ഇനിയും എഴുതൽ കൂട്ടണോന്ന്. എന്ത് ഈ പോസ്റ്റിന്റെ കൂടിയ റോജ മാം വന്നിരിക്കുന്ന താഴെ എഴുതിയിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇന്ന ഇന്ന ആള് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന തലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കാറുണ്ടോ അതൊക്കെ എപ്പോഴെങ്കിലും? നേഹ, ഇന്ന് നേഹയാണ് ക്ലാസ്, ശരി കേറാം. അല്ലാണ്ട് ഇതിൽ കൂടുതൽ വായനാശീലമൊന്നും നമുക്ക്, ഇത് വായിക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ വായിക്കാറില്ല. അപ്പൊ ഇതിനു മുമ്പ് വന്ന ഹൈജീൻ പ്ലഡ്ജിനെ കുറിച്ച്, ഹൈജീന്റെ പ്രതിജ്ഞയെ കുറിച്ച് എത്ര പേര് വായിച്ചു, എത്ര പേര് രജിസ്റ്റർ ചെയ്തു എന്നറിയാം. എന്തായാലും ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, കേരളം ഒട്ടും പിന്നോട്ടല്ല. ഓരോ സെഷൻ കഴിഞ്ഞിട്ടും മനസ്സിലാവാത്തവരും വീണ്ടും വീണ്ടും മനസ്സിലാക്കി അത് രജിസ്റ്റർ ചെയ്തായിരുന്നു. ഒരുപാട് പേരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ചായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു നിർജറാസ് ഓൾസോ. സുമ മാം ആണെങ്കിലും, റോജ മാം, അനുരൂപ മാം, അതേപോലെ തന്നെ ബിൻസി മാം, അങ്ങനെയുള്ള നിർജ്ജരമാരും, സൈരന്ദ്രി മാമിനും സുധർമ്മ മാമിനും അവിടെ പ്രത്യേക റെക്കഗ്നിഷൻ കിട്ടിയായിരുന്നു. എല്ലാ ലീഡേഴ്സിനും ഇനിഷ്യേറ്റീവ് എടുത്ത, ജിഷ മാമൊക്കെ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വലിയൊരു റാലി സംഘടിപ്പിച്ചായിരുന്നു. ജിഷ മാമിനും, ജിഷ സജീവ് മാമിനും, അതേപോലെ തന്നെ ഹേമന്ത് സാറിന്, അക്ഷയ് സാറിന്, അങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മയ്ക്ക്, വിനോദ് സാറിന്, അങ്ങനെ ഒരുപാട് പേര്, ഐശ്വര്യ മാം, വീണ മാം, പേര് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി. കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിന്ന് 15ൽ കൂടുതൽ റാലീസ് കേരളത്തിൽ തന്നെ നടത്തി. അവിടെ ഞങ്ങൾ ബിൽവാരയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു റാലിയും ഇതിനെക്കുറിച്ചുള്ള കണക്കുകളും ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. പേരുകൾ അവിടെ മുഴങ്ങി കേൾക്കുമായിരുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റാലി നടന്നിരിക്കുന്നത്. കേരളത്തിൽ നടന്ന റാലി, കേരളം 1 ഇഞ്ച് കൂടിയോ എന്നൊരു സംശയമുണ്ട്. അല്ലാണ്ട് തന്നെ പൊക്കം ഇച്ചിരി കൂടുതലാണോ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ പറയാ, തിളക്കമൊക്കെ കൂടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബിൽവാരയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ എത്തിയത് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും കേരളം ഒട്ടും പിന്നോട്ടല്ല. എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി, പ്രത്യേക കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള യാത്ര കാരണം തന്നെ നമ്മള് വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും എലീറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സും അങ്ങനെ വേൾഡ് റെക്കോർഡിലേക്ക് എന്തും പറഞ്ഞ് ഹൈജീനിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് അത്രയും ആളുകളിലേക്ക് ഹൈജീൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എത്തിയെന്നാണ്. പ്രതിജ്ഞ എടുപ്പിക്കുക മാത്രല്ല, സൈരന്ദ്രി മാം ഒക്കെ ഞാൻ നോക്കിയപ്പോ ആൾക്കാരെ പിടിച്ചു നിർത്തി കൈ വെച്ച് കഴിഞ്ഞിട്ട് പ്രതിജ്ഞ അവരെ കൊണ്ട് ചൊല്ലിച്ചിട്ടാണ് അവരെ കൊണ്ട് ഫോം ഫില്ല് ചെയ്യിച്ചേക്കണേ. ഇപ്പൊ ഇവിടെയുള്ള പലരും ഇതേപോലെ മനസ്സിലാവാത്ത ആളുകൾക്കല്ല യജിഷ മാം, നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഇംഗ്ലീഷിലായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യണം, ഇംഗ്ലീഷിലായി ഇത് ആരെ കൊണ്ടാവണം, ടിക്ക് ചെയ്ത് വിടാം എന്ന് പറഞ്ഞ് നമ്മൾ പേരും നമ്പറൊക്കെ ഫില്ല് ചെയ്ത് പോവുക ചെയ്തേക്കണം. വായിക്കണ ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ലീഡേഴ്സ് മുൻകൈ എടുത്ത് ഇതിനു വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിച്ച് നമ്മൾ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഒട്ടും പിന്നോക്കല്ല, മുന്നോട്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഏറ്റെടുത്ത കാരണം അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യണേന്ന്. റാലി നടത്തിയോടത്തൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്താ സംഭവം, അത് രാഷ്ട്രീയ ജാതിയല്ല, ഒരു മതത്തിന്റെ ഒന്നുമല്ല, ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതും സ്ത്രീകളെ കുറിച്ച്, ആർത്തവത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പോണം. ആ വാക്ക് തന്നെ ഇപ്പോഴത്തെ തലമുറ കേട്ടണ്ടോന്നറിയില്ല, ആർത്തവം എന്ന്. മെൻസസ് പീരിയഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാരണം തന്നെ ഒരു വാക്ക് തന്നെ അറിയില്ല. പെൺകുട്ടികൾ എന്നെ കണ്ടിട്ട് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നടന്നു പോണത് നമ്മൾ കണ്ടിട്ടുണ്ട്. റാലി നടന്നു പറഞ്ഞിട്ട് പോണേന്നൊക്കെ. കുറച്ച് മുതിർന്ന സ്ത്രീകളാവുമ്പോ ഇത്രയും വരെയൊക്കെ എത്തി കാര്യങ്ങൾ എന്നുള്ള രീതിയിലും നടന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മള് അതിശക്തമായിട്ട് ഗീത മാം എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇന്ന് PUC-കാരും KSO-കാരും ഒക്കെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ, കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടി നമുക്ക് പ്രൊമോട്ട് ചെയ്യാലോ, അല്ലെ? എന്ത് ലോഞ്ചറിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊമോഷൻ നടക്കുന്നതും നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കുന്നതും ലോഞ്ചറിയാണ്. ഇന്നും അഭിമാനത്തോടു കൂടി പറയാൻ കാരണം, അവിടെ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് എടുക്കാനായിട്ട് ലോഞ്ചറിയിൽ തൊടാനായിട്ട് ആരുമില്ല. ലോഞ്ചറി വിഭാഗത്തിൽ തൊടാനായിട്ട്, ലോഞ്ചറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു, മാം ഈ ബ്രായും ലോഞ്ചറിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന്. ഇവര് ഈ വായ കൊള്ളാത്ത പേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് എന്താ സംഭവം എന്നറിയണ്ടേ. ചെന്നിട്ട് ഒരു ലോഞ്ചറി തരും എന്ന് പറഞ്ഞാൽ RCM കടയിൽ നിന്ന് കിട്ടുമോന്നും അറിയില്ല. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ലോഞ്ചറി എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് വാക്ക് പോലും അല്ല കേട്ടോ. ഇനി അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രൊനൗൺസിയേഷനും കൂടിയിട്ട് പഠിച്ചോളൂ. പുതിയ ആളുകളെയൊക്കെ കാണുന്നുണ്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണമാണ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. എന്റെ പേര് നേഹ, തൃശ്ശൂരുകാരിയാണ്. കീസോളില് നമ്മൾ ട്രെയിനർ എന്നുള്ളൊരു പേര് മാറ്റി ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിന്റെ അറിവിന് വേണ്ടിയിട്ട് ഇനി ട്രെയിനർ എന്നുള്ളൊരു പേരല്ല പറയുക, കീസോൾ ട്രാൻസ്ഫോമേഴ്സ് എന്നാണ് പറയുക. നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫോമിങ് ലൈഫ്സ്, ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണല്ലോ. അപ്പോ അതേപോലെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഇനി കീസോൾ ട്രെയിനേഴ്സ് അല്ല, കീസോൾ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അപ്പൊ ഞാൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാനൊരു കീസോൾ ട്രാൻസ്ഫോമർ ആണ്.
ഞാൻ ഒരാള് എണീറ്റ് നിൽക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ കൂടിയ ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ അടങ്ങുന്ന ഒരു വലിയൊരു സമൂഹം ഉണ്ടായി. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇറങ്ങിയാൽ നമ്മുടെ കൂടെ കൂടാനായിട്ട് ഒരുപാട് പേരുണ്ടാവുന്നു. നമ്മളെല്ലാവരും ആ ട്രാൻസ്ഫോമേഴ്സിന്റെ ജേണിയിലാണ്. നമ്മളെല്ലാവരും ട്രാൻസ്ഫോമേഴ്സ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷൊക്കെ കൂടുന്നുണ്ടോ? ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാല് എന്താ ജിഷമേം അതിന്റെ നല്ലൊരു മലയാളം? മാറ്റം കൊണ്ടുവരിക. ഇനി പ്രാഞ്ചേട്ടനില് മമ്മൂട്ടി പറഞ്ഞ പോലെ മാറ്റുവിൻ ചട്ടുകങ്ങളെ എന്നൊക്കെ പറഞ്ഞ സാഹിത്യത്തിലേക്ക് കടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ചട്ടുകങ്ങൾ നമുക്ക് മാറ്റണ്ട. നമ്മള് മാറ്റം കൊണ്ടുവരുന്ന ആളുകളിൽ മാറ്റം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതിന്റെ തുടക്കം കുറിക്കാനായിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുക. അപ്പൊ അതുകൊണ്ട് ചിരിക്കാൻ മറക്കരുത്. ഇതിൽ ചിരിക്കാൻ ഇപ്പോഴും മടിയുള്ള ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് എന്നെ കാണുന്ന കാരണമാണോ എന്നറിയില്ല. ഇങ്ങനെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടി എന്താ പറയാ സൗന്ദര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കണ്ട് പേടിക്കണ്ട. നന്നായിട്ട് ചിരിച്ചോളൂ. എന്ത് കണ്ടിട്ടാണ്, എന്ത് ആലോചിച്ചിട്ടാണോ ആ പരിണാമം. ഇനി സാഹിത്യങ്ങളൊക്കെ വാക്കുകളൊക്കെ വരും. ഗീതാ മാമിന്റെ തല വർക്ക് ചെയ്ത് തുടങ്ങി. പണ്ടത്തെ സാഹിത്യകാരിയൊക്കെ പുറത്തേക്ക് വരട്ടെ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും യെസ്, അതാണ് റഫീഖ് സാറേ, പരിവർത്തനം. പരിവർത്തനം. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ എന്തായാലും നവഭാരത നിർമ്മാണത്തിലേക്കുള്ള പാതയിലാണ്. അതിൽ ഇന്ന് സംസാരിക്കാൻ നമ്മൾ പോകുന്നത് ലോഞ്ചുവറയാണ്. അപ്പൊ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ലോഞ്ചുവറയാണ്. ലോഞ്ചുവറെ. ഇനി അതിലേക്ക് കിടക്കേണ്ട, വായില് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാനായിട്ട് നിൽക്കണ്ട. നമുക്ക് ഇന്നർ വെയർസ്നോ, ബ്രാ പാൻറ്റീസ്നോ, ഇന്നേഴ്സ്നോ, അണ്ടർ ഗാർമെന്റ്സ്നോ എന്ത് വേണമെങ്കിലും പറയാൻ. സംഭവം നമ്മുടെ സംഭവങ്ങളാണ്. നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. മടി കൂടാതെ സംസാരിക്കേണ്ട സംഭവങ്ങളാണ്. നമ്മുടെ ചുറ്റിനുമുള്ളവര് ഇത് വാങ്ങുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ലോ, ഇതൊക്കെ എങ്ങനെ ഞാൻ കൊടുക്കുമെന്ന് സംശയം തോന്നുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ ആളുകൾ വാങ്ങും. ആളുകൾ കേൾക്കാനുണ്ടാവും. കേൾക്കുന്നവര് തീർച്ചയായിട്ടും വാങ്ങും. ഇന്ന് തന്നെ നോക്കിയോളൂ, 400-ൽ പരം ആളുകൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ, ഒരു സ്ത്രീ കൈ പൊക്കുകയാണ്, ഹാൻഡ് റൈസ് ചെയ്യാണ്, എനിക്കിത് കേട്ടിട്ടൊന്നും വാങ്ങാൻ തോന്നുന്നില്ല, എനിക്ക് വേണ്ട ഈ ഒരു വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാനും സമ്മതിച്ചു തരാം. ഏതെങ്കിലും ഒരു പുരുഷൻ പറയുകയാണോ, സ്ത്രീകൾക്ക് ഈ ഒരു സെഗ്മെന്റ് കൊണ്ട്, ഈ ഒരു സംഭവം കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഇത് അറിയേണ്ടതായിരുന്നു, പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും എന്ന് തോന്നിയില്ലെങ്കിൽ പറഞ്ഞോളൂ. അപ്പോ നമ്മൾ സംസാരിക്കാത്തതുകൊണ്ട് മാത്രമാണ് ആളുകൾ അറിയാത്തത്. ആളുകൾ അറിഞ്ഞാൽ, ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ആകെ പഠിക്കാൻ മാത്രം മതി. അപ്പൊ പ്രിയങ്ക മാം സെഷൻ കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്നും സെയിൽ നടക്കുന്നത് കേരളത്തിലാണ് ലോഞ്ചറി. അത് നമുക്ക് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. കാരണം നമുക്കാണ് എഡ്യൂക്കേഷൻ ഏറ്റവും ആവശ്യം, ഏറ്റവും കൂടുതൽ സ്വീകരിക്കുക നമ്മൾ, അല്ലെ, പഠനം പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. യെസ്, അപ്പൊ നമുക്ക് PPT-യിലേക്ക് കിടക്കാം. ഇന്ന് ലോഞ്ചറിയാണ്. സമയം ഒട്ടും കളയാതെ തന്നെ മുന്നോട്ട് കിടക്കാം. സംശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോന്നും കേൾക്കുന്ന സമയത്ത് സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമുക്ക് വേണ്ട പ്രോഡക്ട്സിനേക്കാൾ കൂടുതൽ നമ്മൾ പുറമേ ചെന്ന് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയുള്ളതാണ് പറഞ്ഞു കൊടുക്കാൻ, സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളൊരു കസ്റ്റമറിനെ കാണുമ്പോൾ ഏത് പ്രായപരിധിയിലുള്ളവരാണോ, ഏത് ഷേപ്പിലുള്ളവരാണോ, എങ്ങനെയുള്ള ആളുകളാണോ, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം, ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് കൊടുക്കാം എന്നാണ്. റെഡി ആണല്ലോ അല്ലെ? പേപ്പറും ബുക്കും പേനയൊക്കെ കൊണ്ട് പല വട്ടമായിട്ട് നമ്മൾ നമ്പേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ നമ്പേഴ്സ് പഠിപ്പിക്കുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്പേഴ്സ് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഈ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെറൈറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ നമ്പർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. KSOക്കാരുടെ, PUCക്കാരുടെ, വണ്ടർ വേൾഡ് ക്യുക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഏത് ലോഞ്ചറിയിൽ പ്രത്യേകം ഞങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ ഇതിനെ കുറിച്ച് വല്ലാണ്ട് അറിയില്ല, കുറച്ചും കൂടി ഡെപ്തിൽ അറിയണം എന്നുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന്റെ ഉണ്ടാവും. ധൈര്യമായിട്ട് വിളിച്ചോളൂ. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നതിന്റെ അനുസരിച്ച് ട്യൂഷൻ പോലെയാണെങ്കിലും തരാൻ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇത് വരുത്താൻ ബുദ്ധിമുട്ടാണ്, ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും ദിവസം എടുക്കുന്നു, വണ്ടർ വേൾഡിൽ ഡിപ്പോയില് പറഞ്ഞോളൂ. ഡിപ്പോക്കാര് KSOക്കാർക്ക് വരെ എത്തിക്കാനായിട്ട്, അതായത് തൊട്ടടുത്തുള്ള വണ്ടർവൽ ക്യുക്കിൽ എത്തിക്കാനായിട്ട് റെഡിയാണ്. നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മതി. എത്രയാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് അത് 1% വരുന്നുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തും. ഓക്കെ, റെഡി? ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താ? ലോഞ്ചറി വരുമ്പോൾ ബ്രാ പാൻറ്റീസ് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താണ്? നമ്മൾ വേറെയല്ലേ ഉപയോഗിക്കണത്? മാർക്കറ്റിൽ ഇഷ്ടം പോലെ ജിഷ മാം പറഞ്ഞ പോലെ 100-ന് 3 വെച്ച് കിട്ടുന്നുണ്ടല്ലോ. എന്തിനപ്പൊ ഇതിൽ പഠിക്കാനായിട്ട് നിൽക്കണം? ലോഞ്ചറി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ലോഞ്ചറിയെ കുറിച്ച് അറിയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സ്ത്രീകളായതുകൊണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ അത്? ആദ്യമേ തൊട്ട് നമ്മൾ ഒരേ അളവാണ് യൂസ് ചെയ്യുന്നത്.
കോട്ടൺ ആണോ, കോട്ടൺ ആണെന്നൊക്കെ പിന്നെയാണ് ചോദ്യം. നമ്മൾ ഇത്രയും കാലം അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. നമ്മുടെ അമ്മമാര് പറഞ്ഞ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്, വർഷങ്ങളായിട്ട് ഒരേ സൈസ് ഉപയോഗിക്കുന്നവര്. ഈ ഇരിക്കുന്നവരില് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അളന്ന് നോക്കി സൈസ് നോക്കുന്ന എത്ര പേരിരിക്കുന്നുണ്ട്? വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം, ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് നോക്കിയിട്ടുണ്ട്, ആഹാ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, എന്നാ പിന്നെ അളന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഓക്കെ, സജന മാം വർഷത്തിൽ ഒരിക്കൽ ചെയ്യാറുണ്ട്. തുടക്കത്തിലേ തൊട്ടൊരു സൈസാണ് അല്ലേ? അപ്പൊ ഓക്കെ സജന മാം, കൺഗ്രാചുലേഷൻസ്. കാരണം അത് വേണ്ടതാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മള് 6 മാസം കൂടുമ്പോന്നാണ്. ഞാനത് വർഷത്തിൽ ഒരിക്കൽ ആക്കിയതാണ് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ടേപ്പ് എല്ലാം, ഈ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ടേപ്പ് വേണം. ഇത് അളക്കുന്ന ടേപ്പ് എല്ലാവരുടെ കയ്യിലും വേണം. ഏതൊരാളാണെങ്കിലും കയ്യിൽ ടേപ്പ് വേണം, നിർബന്ധമാണ്. ഷോപ്പുകളാണെങ്കിൽ എന്തായാലും വേണം, കേസോ ഉണ്ടെങ്കിൽ എന്തായാലും വേണം. കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രോഡക്ട്സ് കൊണ്ടുപോകുന്നുണ്ടോ, നമ്മുടെ കയ്യിൽ അളക്കുന്ന ടേപ്പ് എന്തായാലും വേണം. ഈ ടേപ്പ് കയ്യിൽ വെക്കണം, അളക്കണം. എന്തിനളക്കണം? 6 മാസം കൂടുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, സ്ത്രീകളുടെ ശരീരത്തിൽ വ്യത്യാസം വരുന്നു. ഞാൻ പീരീഡ്സ് ആയി ആദ്യം ഇട്ട സൈസ് 18 വയസ്സിലിട്ട സൈസാണ് ഇപ്പൊ 36 വയസ്സിൽ ഞാൻ ഇടുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് പലരും, അല്ലെ? 10 കിലോ കൂടിയാലും കുഴപ്പമില്ല, 10 കിലോ കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ സെയിം സൈസാ ഉപയോഗിക്കുക. അതിപ്പോ ചുമരുമ ചവിട്ടി പിടിച്ച് നിന്ന് ഹുക്കിടേണ്ടി വന്നാലും കുഴപ്പമില്ല, ലൂസായി നന്നായിട്ട് കാറ്റ് കടന്നാലും കുഴപ്പമില്ല, നമ്മൾ സെയിം സൈസാ ഉപയോഗിക്കുക. ഇനി വേറൊരു സംഭവം പറയും. ഒരു വീട്ടിൽ ചെന്നപ്പോ, വീട് ഏതാ ആരാന്നൊന്നും പറയില്ലേ, സ്പോർട്സ് ബ്രാ എടുത്തു കഴിഞ്ഞിട്ട് 2 കസേരമേ കൂടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ടേക്കുക. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആചാരമാണോ അവിടത്തേന്നൊന്നും അറിയില്ലല്ലോ. എന്താ സംഭവം ചോദിച്ചപ്പോ പറയാ, ലൂസ് ആവാനാ, നാളെ ഇടേണ്ടതാണ്. പക്ഷെ എന്തൊരു കഷ്ടാ നോക്ക. എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയോ കീസോളിൽ, എത്ര സൈസുകൾ ഉണ്ടെന്ന് അറിയോ? ഉള്ള ആ ഒരു സൈസ് വെച്ച് റബ്ബർ ബാൻഡ് നീട്ടുന്ന പോലെ ഇത് നീട്ടുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ചിരിക്കൊന്നും വേണ്ട, ഇതിൽ എത്ര പേര് ഇതേപോലെ കഴിഞ്ഞ കൊല്ലം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സെയിം സൈസ് ഇപ്പൊ എടുക്കും, എനിക്ക് പാകാവണില്ല, വല്ലാത്ത ബുദ്ധിമുട്ട്, ആ ബ്രാക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. കുട്ടികളുടെ പൊക്കം വെച്ചാലും ഡ്രസ്സ് ചെറുതായി എന്ന് പറയുന്നവരല്ലേ നമ്മൾ. അപ്പൊ അതേപോലെ നിൽക്കുന്നവരാണ്. അപ്പൊ ആദ്യത്തെ പ്രശ്നം, നമ്മൾ മെഷർമെന്റ് എടുക്കണം എന്നും കൃത്യമായിട്ട് അളന്നിട്ട് വേണം ബ്രാ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ബ്രാ വെച്ചിട്ടല്ല സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പാൻറ്റീസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാൻറ്റീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണമുണ്ട്. നമ്മൾ എപ്പോഴും 3 വെറൈറ്റി പാൻറ്റീസിനെ കുറിച്ചാണ് പറയാറ്. മൂന്നെണ്ണം വെച്ച് വരുന്ന 3 വെറൈറ്റി പാൻറ്റീസും പിന്നെ പ്രീമിയം പാൻറ്റീസും ഉണ്ട്, അല്ലെ? ഇത്രേ പറയാറുള്ളൂ. പ്രീമിയം പാൻറ്റീസിൽ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് വലിയ പിടിപാടില്ല. അതറിയാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ് ഇന്ന്. പ്രത്യേകിച്ച് ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം, നമ്പേഴ്സ് പറയാൻ, നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ. പ്രീമിയം പാൻറ്റീസിൽ 4 തരം വെറൈറ്റീസ് ആണ് നമുക്ക് വരുന്നത്. പ്രീമിയം പാൻറ്റീസിൽ 4 തരം. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന കാരണം ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം പറയണ പാൻറ്റീസ് ആയിരിക്കില്ല ലാസ്റ്റ് കേൾക്കണത്. അപ്പൊ ആ നമ്പർ വെച്ച് ഓർഡർ ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ 4 വെറൈറ്റി പാൻറ്റീസ് നമ്മൾ 3 ആദ്യം പറഞ്ഞിട്ടുണ്ട്. 3 ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു അത്? 3 വീതം ഔട്ടർ ഇലാസ്റ്റിക്, ഇന്നർ ഇലാസ്റ്റിക്, സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞ് 3 വെറൈറ്റി പാൻറ്റീസ് നമുക്കുണ്ട്. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ്. പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ടാണ് ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്താ നമ്മുടെ പാൻറ്റീസിനുള്ള പ്രത്യേകത? സോറി, നമ്മുടെ പാൻറ്റീസിനുള്ള പ്രത്യേകത എന്താ? ഇന്നർ വെയേഴ്സ്. നമ്മൾ ഹൈജീൻ സംസാരിക്കുന്ന സമയത്ത്, ഹൈജീനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഇടുന്ന ഇന്നേഴ്സ്. പലപ്പോഴും ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്താലും കോട്ടൺ പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഇറിറ്റേഷനോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ മാറണം എന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന 100-ന് 3 വീതം കിട്ടുന്ന പാൻറ്റീസ് ആണ്. അതിനിപ്പോ എന്താ പക്ക കോട്ടൺ അല്ല, 100% കോട്ടൺ ആണെന്നും പറഞ്ഞ് നമ്മൾ വാങ്ങി തൊട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ അതിൽ സിന്തറ്റിക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പാൻറ്റീസ് 100% കോട്ടൺ ആയിരിക്കണം. ഈ കോട്ടൺ ആയിട്ടുള്ള മൂന്നെണ്ണം വീതമുള്ള 3 വെറൈറ്റി പാൻറ്റീസ് ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്ന
ഇതാണ് ആദ്യത്തെ 3 വെറൈറ്റി പാൻറ്റീസ്. ആദ്യത്തെ ഔട്ടർ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് വീതി കൂടിയതും നമുക്ക് കുറച്ച് വയറുമേലേക്ക് കയറി കിടക്കുന്ന പോലെയുള്ള ഇലാസ്റ്റിക് ആണ് ഔട്ടർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക്കിനോട് യാതൊരു പ്രശ്നവും ഇല്ലാത്തവർ, അങ്ങനെ നേരത്തെ കനം കുറഞ്ഞ് ഇലാസ്റ്റിക് കിടക്കണം എന്നുള്ളവർക്ക് ഔട്ടർ ഇലാസ്റ്റിക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ വെറൈറ്റി ആണ് ഇന്നർ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് അലർജി ഉള്ള ആളുകൾക്ക്, ഇലാസ്റ്റിക് ശരീരത്തിൽ മുട്ടുന്നത് പ്രശ്നമുള്ള ആളുകൾക്ക് തുണിയുടെ ഉള്ളിൽ വെച്ച് തയ്ച്ച പാൻറ്റീസ് ആണ് ഇന്നർ ഇലാസ്റ്റിക്കിൽ വരുന്നത്. സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിക്കതും ബോഡി ഹഗ്ഗിങ് ഡ്രസ് ഇടുന്ന ആളുകൾക്ക് ഈ പറയുന്ന ബോർഡർ പുറത്ത് കാണുന്നത് ഇഷ്ടമല്ല. അത് താഴത്തെ ആണെങ്കിലും ഈ ലെഗിൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇത് വല്ലാണ്ട് എടുത്ത് കാണുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നേർത്ത കരയുള്ളതാണ് സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 വെറൈറ്റീസ്, മൂന്നെണ്ണം വീതം പ്ലെയിനും പ്രിന്റഡും ആയിട്ട് വരുന്നതാണ് നമ്മുടെ 3 വെറൈറ്റി പാൻറ്റീസ് വരുന്നത്. 3 എണ്ണത്തിന്റെ പാക്ക് ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നതാണ് പ്രീമിയം പാൻറ്റീസ്. പ്രീമിയം പാൻറ്റീസിൽ 4 വെറൈറ്റി ആണ് പ്രീമിയം പാൻറ്റീസിൽ വരുന്നത്. 4 വെറൈറ്റി ഏതൊക്കെയാണെന്നറിയൂ? ഒന്ന് ബിക്കിനി മോഡൽ. നമ്മൾ അറിയാണ്ട് പ്രീമിയം പാൻറ്റീസിൽ ഏതെങ്കിലും എടുക്കും. K066 തൊട്ട് K078 വരെ 76 വരെ നമുക്ക് പാൻറ്റീസ് വരുന്നുണ്ട്. K066 ഇതിന്റെ നമ്പറാണ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഓരോന്നിനും ഓരോ കോഡുകളുണ്ട്, നമ്പറുകളുണ്ട്. നമുക്ക് വെറൈറ്റി പ്രീമിയം പാൻറ്റീസ് മാത്രമേ അറിയുള്ളൂ. അല്ല എങ്കിൽ ടൈപ്പ് ചെയ്യാൻ, തപ്പി നോക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഗീത മാം, പ്രീമിയം പാൻറ്റീസ് പോകലുണ്ടോ നന്നായിട്ട്? ഏത് വെറൈറ്റിയാ പോകാറെന്ന് അറിയോ? ഗീത മാമിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെ. ആലുവ വണ്ടർവേൾഡിലത്തെ ഓണറാണ് ഗീത മാം. അതിഗംഭീരമായിട്ട് കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ കീസോളിന്റെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന വണ്ടർവേൾഡ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഏത് പ്രീമിയം പാൻറ്റീസ് ആണ് മാം ഏറ്റവും കൂടുതൽ പോകാറുണ്ടോ? അങ്ങനെ പ്രീമിയം പാൻറ്റീസ് എടുത്താൽ അത് മൂവ്മെന്റ് വളരെ കുറവാണ് മാഡം. ഉള്ള സത്യം പറയാലോ, വില കുറഞ്ഞത് സാധനം ആൾക്കാർ നോക്കുള്ളൂ. ഇത് തന്നെ 480 ഉള്ളത് 500 ആയത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. MRP 380 ഉണ്ടായിരുന്നു, 400 ആയല്ലോ എന്നുള്ള വിഷമത്തിലാണ് അല്ലെ? ഓക്കെ, പിന്നെ പ്രീമിയത്തിലേക്ക് കയറുവോ? അതാണ് പ്രീമിയം പാൻറ്റീസിന് എത്രയാ റേറ്റ് വരുന്നത്? പ്രീമിയം പാൻറ്റീസ് 299 ആ ഒരു റേഞ്ച് വരുമല്ലോ. ഓക്കെ, MRP. അതെ, SP വരുമ്പോൾ 199. ഓക്കെ, യെസ് ഗീത മാം. ഈ സത്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചോദിച്ചത്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും പ്രീമിയം പാൻറ്റീസ് ട്രൈ ചെയ്യാത്തവരാണ്. കാരണം പ്രീമിയം പാൻറ്റീസ് പ്രിയങ്ക മാം ഇറക്കിയിരിക്കുന്നത് സെയിൽ ചെയ്യാനാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള 3 എണ്ണത്തിന്റെ പാക്കറ്റ് വരുന്നുണ്ട്. എന്തിനു നമ്മൾ വില കൂടിയ സാധനങ്ങൾ മേടിക്കണം? എന്തിനായിരിക്കും അപ്പൊ ഇത്രയും നമ്പേഴ്സ്? K066 തൊട്ട് 76 വരെയുള്ള നമ്പേഴ്സ് എന്തിനായിരിക്കും പ്രീമിയം പാൻറ്റീസ്? ഇതിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഏതോ ഒരെണ്ണം നമ്മൾ എടുത്തുകൊണ്ട് വന്നു, അത് ശരിയായില്ല. അത് ശരിയാവാത്ത കാരണം പിന്നെ നമ്മൾ പ്രീമിയം പാൻറ്റീസിലേക്ക് കടന്നില്ലേ. ഇവിടെ ക്ലാസ് എടുത്തപ്പോ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, എന്തോ മൂടി കിടക്കുന്നോ കവർ ചെയ്യുന്നൊക്കെ ആയിരുന്നില്ല. ഞങ്ങൾ മേടിച്ചത് അങ്ങനെയായിരുന്നില്ല. അപ്പൊ 4 വെറൈറ്റി പ്രീമിയം പാൻറ്റീസ് ഉണ്ട്. ഒന്ന് ബിക്കിനിയാണ്. ബിക്കിനി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യാത്തതാണ് ബിക്കിനി. ബിക്കിനി ഇടുന്നവർക്കാവാം, ബീച്ചിൽ പോകുന്നവർക്കോ ബിക്കിനി ഇടണം എന്നുള്ളവർക്കൊക്കെ ബിക്കിനി ഇടാം. അത് വീതി കുറവുള്ള, അതായത് താഴത്തെ ഭാഗം വീതി കുറവുള്ള പാൻറ്റീസ് ആണ്. നന്നായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന പാൻറ്റീസ് ആണ് ബിക്കിനി. രണ്ടാമത്തെ മോഡലാണ് ലോ വേസ്റ്റ് പാൻറ്റീസ്. ലോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിന് താഴേക്ക് കിടക്കുന്നു. വേസ്റ്റിന്റെ ഭാഗം എവിടെയാ? വയറിന്റെ താഴെയുള്ള നമ്മൾ ആ പാൻറ്റീസിന്റെ കര കിടക്കുന്ന, ബോർഡർ കിടക്കുന്ന ഭാഗമാണ് വേസ്റ്റ് ഭാഗം. ആ വേസ്റ്റിന് താഴേക്ക് കിടക്കുന്നതാണ് ലോ വേസ്റ്റ് പാൻറ്റീസ്. അപ്പൊ അങ്ങനെ വേണ്ടവര് വയറിന് താഴേക്ക് ഇടാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇടാനായിട്ട് പറ്റുന്ന പാൻറ്റീസ് ആണ് ലോ വേസ്റ്റ് പാൻറ്റീസ്. അതും നമുക്ക് പീരീഡ്സ് സമയത്തൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക്, അതായത് പാഡ് അങ്ങനെ വെച്ചാൽ മതി എന്നുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ പാഡ് വെക്കണം എന്നുള്ളവർക്ക് അതിന് വീതി കുറവായിരിക്കും, അങ്ങനെ യൂസ് ചെയ്യാം. ഇനി അടുത്ത പാൻറ്റീസ് ആണ് മിഡ് വേസ്റ്റ് പാൻറ്റീസ്. കുറച്ച് കയറ്റിയിടാൻ പറ്റുന്ന, ഫുൾ കവറേജിൽ കിടക്കുന്ന മിഡ് വേസ്റ്റ് പാൻറ്റീസ് ഉണ്ട്. ഈ പ്രീമിയം പാൻറ്റീസിൽ തന്നെ വരുന്ന മിഡ് വേസ്റ്റ് പാൻറ്റീസ് ഉണ്ട്. കുറച്ച് നമുക്ക് വേസ്റ്റിന് മുകളിലേക്ക് കയറ്റിയിടാനായിട്ട്, കുറച്ച് വയർമിലേക്ക് കയറ്റിയിടാൻ പറ്റുന്ന പാൻറ്റീസ്. ഇനി ഹൈ വേസ്റ്റ് പാൻറ്റീസ് ഉണ്ട്. നന്നായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന വീതിയുള്ള സ്ട്രാപ്പുള്ള പ്രീമിയം പാൻറ്റീസിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈശ്വര, ഇതൊക്കെ അറിഞ്ഞുവെങ്കിൽ ഇതും പറഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടതായിരുന്നു. ആളുകൾക്ക് ആവശ്യമാണ്. ട്രൗസർ പോലെ തന്നെ, എന്നാൽ ട്രൗസറിന്റെ അത്ര ആയിട്ടില്ല, ഫുൾ കവറേജിൽ കിടക്കുന്ന ഹൈ വേസ്റ്റ് പാൻറ്റീസ് എന്തിലുണ്ട്? പ്രീമിയം പാൻറ്റീസിലുണ്ട്. ഇനി ഫുൾ കവറേജ്, മൊത്തം കവറേജ് കിട്ടുന്ന, ഈ നടുവിലേക്ക് കയറി പോകുന്ന പോലെയോ അല്ലെങ്കിൽ കവറേജ് കിട്ടാതെ എല്ലാ ഭാഗവും കവർ ചെയ്യാത്ത പോലെ കുറച്ച് നന്നായിട്ട് ശരീരമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ കവറേജ് മാത്രമായിട്ടുള്ള പാൻറ്റീസ് ഉണ്ട്. ക്ലിയർ ആയോ?
ഇത്രയും വെറൈറ്റി എന്തിലുണ്ട്? പ്രീമിയം പാൻറ്റീസിലുണ്ട്. ഏതൊക്കെയാണെന്ന് ഇനി അറിയണ്ടേ? ഇപ്പൊ കേട്ട് നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ചെന്നിട്ട് നോക്കണം. കാരണം ഇപ്പൊ തന്നേക്കണ ആ PPT-യില് നമ്പേഴ്സ് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം ബിക്കിനി മോഡലാണ് K073. ഒരു മിനിറ്റ്. K073 എന്ന് പറയുന്നത് ബിക്കിനി മോഡലാണ്. അപ്പൊ നമ്മൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പുറത്തൊക്കെ മറ്റ് വേറെ കമ്പനികളിൽ 600-ഉം 700-ഉം രൂപ കൊടുത്ത് നമ്മൾ എടുക്കുന്നതാണ് ഈ പറയുന്ന സോഫ്റ്റ് മെറ്റീരിയൽ. ഇതാണ് ബിക്കിനി മോഡൽ പ്രീമിയം പാൻറ്റീസ് കേട്ടോ. ഈ നീല കാണുന്നത് K073 ആണ്. ബിക്കിനി വേണം എന്നുള്ളവർക്ക് ബിക്കിനി മോഡൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് ബിക്കിനി പ്രീമിയം പാൻറ്റീസ്. വളരെ സോഫ്റ്റ് ആണ്. അതിൽ വെള്ളം പിടിക്കാത്ത പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അത് വരുന്നത്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കണേ, കാരണം അത് നമുക്ക് വായിക്കാനും കാണാനും ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്. ജിഷ മാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ. നമ്പർ ഒന്നും കൂടി പറയുമ്പോൾ യെസ്, K073. KSO അല്ല, K0 ആണ് 73. ഇനി അതല്ല, ബിക്കിനിയിൽ അടിച്ചു കൊടുത്താലും ആപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, K073. ഇനി അറിയേണ്ടത് ലോ വേസ്റ്റ് ആണ്. ലോ വേസ്റ്റ് ഏതൊക്കെയാണ് ലോ വേസ്റ്റ് വരുന്നത്? ലോ വേസ്റ്റ് വരുന്നത് ഈ മോഡൽ വരുന്ന K068 ലോ വേസ്റ്റ് ആണ്. നല്ല സ്കിൻ കളറിൽ വരുന്ന ലോ വേസ്റ്റ് വരുന്ന, അങ്ങനെ വയറിന് താഴെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ട് പറ്റുന്ന നല്ല നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈക്ര, 4-വേ ലൈക്ര മെറ്റീരിയൽ ആണ് നമ്മുടെ പ്രീമിയം പാൻറ്റീസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ ആണ്. അപ്പൊ ലോ വേസ്റ്റ്, വയർമേൽക്ക് കിടന്നാൽ അസ്വസ്ഥതയുള്ള ആളുകൾക്ക്, ലോ വേസ്റ്റ് ഇടേണ്ടവർക്ക് ഇടാനുള്ളതാണ് K068. K068 കേട്ടോ. K068 വരുന്നത്. ഇനി വരുന്നത് മിഡ് വേസ്റ്റ് ആണ്. മിഡ് വേസ്റ്റ് വരുന്നത് ഇത് K076. ഇതിന്റെ പ്രത്യേകത കണ്ടോ? ഈ ഭാഗത്തുള്ള വീതി കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ വീതി കുറവാ, കണ്ടോ? ഇത് വീതി കുറവാണ്. ഇത് നന്നായിട്ട് ഇതും ഏകദേശം ബിക്കിനി മോഡൽ തന്നെ ഇടാനായിട്ട് പറ്റുന്ന, ഈ ഭാഗത്ത് വീതി കുറവുള്ളത്. അതായത് ഏകദേശം നമുക്ക് നല്ല കവറേജ് സൈഡിൽ തന്നെ കിട്ടുന്ന, ബാക്കിലും നല്ല കവറേജ് കിട്ടുന്ന, ഫുൾ കവറേജ് ആയിട്ടുള്ള മിഡ് വേസ്റ്റ് പാൻറ്റീസ് ആണ് K076. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രീമിയം പാൻറ്റീസിൽ ചെന്നിട്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാനാണ്. ഗീത മാം അപ്പൊ ഇതനുസരിച്ച് കുറച്ച് കൂടുതൽ നമ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചോളൂ. 90, 95, 100 ഒക്കെ സൈസിന് നല്ല ഫുൾ കവറേജ് ആയിട്ടുള്ള മിഡ് വേസ്റ്റ് പാൻറ്റീസ് ആണ് K076 വരുന്നത് കേട്ടോ. മിഡ് വേസ്റ്റ് പാൻറ്റീസ് K076. ഇതും മിഡ് വേസ്റ്റ് ആണ്, മെറൂൺ വരുന്നത്. ഇത് ഫുൾ കവറേജ് അല്ല. ഇതിന്റെ കവറേജ് മനസ്സിലായോ? ഇത് ഈ ഭാഗത്ത് നന്നായിട്ട് വീതി കൂടിയതാണ്, ഫുൾ കവറേജ് ആണ്. ഏകദേശം നല്ല രീതിയിൽ ഷേപ്പ് കിട്ടി നമുക്ക് കവറേജ് കിട്ടാനായിട്ട് സഹായിക്കും. ഇതും മിഡ് വേസ്റ്റ് ആണ്, അതായത് വേസ്റ്റിന് മുകളിൽ നിൽക്കുന്നതാണ്. പക്ഷെ എന്തല്ല, ഫുൾ കവറേജ് അല്ല, വീതി കുറവാണ്. കണ്ടോ? അപ്പൊ ഇങ്ങനത്തെയാണ് വേണ്ടത്. ട്രൗസർ മോഡലാണ് വേണ്ടതെങ്കിൽ നമുക്ക് K068 എടുക്കാം. അല്ല എങ്കിൽ K067. ഇതും മിഡ് വേസ്റ്റ് ആണ്, വേസ്റ്റിലേക്ക് കയറി നിൽക്കുന്നതാണ്. K067 നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതാണ് ഫുൾ കവറേജ് പാൻറ്റി. നന്നായിട്ട് കവറേജ്, ഇതിനേലും കൂടുതൽ കവറേജ് ഇതിന് കിട്ടുന്നുണ്ട്. ബാക്കിലും നന്നായിട്ട് കവറേജ് ഉണ്ട്, സൈഡിലും നന്നായിട്ട് കവറേജ് ഉണ്ട്. നമുക്ക് ട്രൗസർ പോലെയൊക്കെ വേണം എന്നുള്ള പറയുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന വെറൈറ്റി മോഡലാണ് K074. K074. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. മനസ്സിലാവണം നോക്കുന്ന സമയത്ത് എന്താണെന്ന്. ഫുൾ കവറേജ് ആണ് കേട്ടോ അത്. നമ്മളപ്പോ എന്തൊക്കെ പറഞ്ഞു? ബിക്കിനി പറഞ്ഞു, ലോ വേസ്റ്റ് പറഞ്ഞു, മിഡ് വേസ്റ്റ് ഫുൾ കവറേജ് പറഞ്ഞു, അല്ലാത്ത മിഡ് വേസ്റ്റ് പറഞ്ഞു. ഇത് ഫുൾ കവറേജ് ആണ് K074 വരുന്നത്. ഇനി ഹൈ വേസ്റ്റ് ആണ്. ഇതും മിഡ് വേസ്റ്റ് ആണ് വരുന്നത്. ഇതും മിഡ് വേസ്റ്റ് ആണ്. K066 മിഡ് വേസ്റ്റ് ആണ്. K066 മിഡ് വേസ്റ്റ്. ഇത് വരുന്നത് ഹൈ വേസ്റ്റ് ആണ്. ഹൈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുകളിലേക്ക് കയറ്റി ഇടാനായിട്ട് പറ്റുന്ന പാൻറ്റീസ് ആണ്. കണ്ടോ? ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ നന്നായിട്ട് വയറുമേൽക്ക് കയറി നിൽക്കാനായിട്ട് പറ്റുന്ന, പീരീഡ്സിന്റെ സമയത്തൊക്കെ വയറ് നമുക്ക് വേദന എടുക്കുന്ന സമയത്ത്, ഒരു അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യുന്ന സമയത്ത്, ഡിസ്കംഫർട്ട് ഉള്ള സമയത്ത് നമുക്ക് ഇടാനായിട്ട് പറ്റുന്ന വെറൈറ്റിയാണ് ഈ പറയുന്ന മെറൂൺ വരുന്ന ഹൈ വേസ്റ്റ് പാൻറ്റി. ഹൈ വേസ്റ്റിന്റെ നമ്പർ കാണുന്നില്ല. K070 ഹൈ വേസ്റ്റ് ആണ് കേട്ടോ. ഇത് K070 ഹൈ വേസ്റ്റ് പാൻറ്. K070 ആണ് ഹൈ വേസ്റ്റ്. വയർമേൽക്ക് കയറ്റിയിടുന്ന മോഡൽ വേണമെങ്കിൽ. ടമ്മി ടക്കർ അല്ലാട്ടോ ഉദ്ദേശിച്ചത്, ഹൈ വേസ്റ്റ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ.
ഇത് മിഡ് വേസ്റ്റ് ആണ്, അതായത് വേസ്റ്റിന് തൊട്ട് മുകളിലേക്ക്. ഇത് ഹൈ വേസ്റ്റ് ആണ്, K074 അല്ല 70. ഇതും ഹൈ വേസ്റ്റ് ആണ്, ഫുൾ കവറേജ് വരുന്നത്. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ. ഇത് ഹൈ വേസ്റ്റ് ആണ്, മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ്. ഇത് ഹൈ വേസ്റ്റ് ആണ്, അതിന്റെ ഒപ്പം ഫുൾ കവറേജും ആണ്. K075. ക്ലിയർ ആയോ? നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? K075 ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഹൈ വേസ്റ്റും ഫുൾ കവറേജും. കിട്ടിയോ? ഇനി ഒരു പിടി പിടിക്കും. റോജ മാമിന്റെ മുഖത്ത് 100 വാട്ട്സിന്റെ ബൾബ് തെളിഞ്ഞു. ഇത് അറിയണ്ടായിരുന്നില്ല ഇത്രയും നാളായിട്ട് അല്ലെ? അതുകൊണ്ടാണ് പ്രീമിയം പാന്റി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി പ്രീമിയം പാന്റീസിൽ നമുക്ക് എന്തുണ്ട്? ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത്രയും വെറൈറ്റീസ് ഓൾറെഡി ഉണ്ട്. ഞാൻ സെഷൻ എടുക്കുമ്പോൾ ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഗീത മാം ഒക്കെ മെയിൻ ആയിട്ട് കയറാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. മുഖത്ത് തെളിച്ചമില്ലല്ലോ, നമ്പേഴ്സ് കിട്ടിയില്ലേ? കൺഫ്യൂഷൻ ആയോ? 4 വെറൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ബിക്കിനി, ഒന്ന് ലോ വേസ്റ്റ്, ഒന്ന് മിഡ് വേസ്റ്റ്, ഒന്ന് ഹൈ വേസ്റ്റ്. ഇതില് ബിക്കിനി കഴിഞ്ഞ് ലോ വേസ്റ്റ് നമ്മൾ പറഞ്ഞു 2 വെറൈറ്റി ഉണ്ടായിരുന്നു. മിഡ് വേസ്റ്റും ഉണ്ട്, മിഡ് വേസ്റ്റിൽ ഫുൾ കവറേജും ഉണ്ട്. മിഡ് വേസ്റ്റും ഉണ്ട്, വെറുതെ കയറ്റിയിടാനുള്ള നോർമൽ പാന്റീസും ഉണ്ട്. മിഡ് വേസ്റ്റിൽ ട്രൗസർ പോലെ നിൽക്കുന്ന ഫുൾ കവറേജ്. എന്നാൽ തൊട വരെ നിൽക്കുന്ന സാധാരണ ട്രൗസർ അല്ല കേട്ടോ, അത് മേലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ അത് വരുന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് കവറേജ് കിട്ടുന്ന വെറൈറ്റി ഉണ്ട്. ഹൈ വേസ്റ്റ് ഉണ്ട്. ഹൈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് കയറ്റിയിടാനായിട്ട് പറ്റുന്ന, വയറൊക്കെ ഇച്ചിരി കൊടന്തയുള്ള ആളുകൾക്കൊക്കെ ഇച്ചിരി സമാധാനം കിട്ടും ഹൈ വേസ്റ്റിന്. കൂടുതലുള്ളവർക്കല്ല കേട്ടോ, എന്റെ വയറ് നന്നായിട്ട് ചാടി നിൽക്കുന്നുണ്ടായിരുന്നു. നേഹ മേഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഇത് നന്നായിട്ട് ഇട്ടാൽ നന്നായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇച്ചിരി ചെറുതായിട്ടൊക്കെ ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇച്ചിരി കുടന്തിയുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കയറ്റിയിട്ടാൽ ഒരു ആശ്വാസമൊക്കെ കിട്ടുന്ന അർത്ഥം. അപ്പൊ പീരീഡ്സിന്റെ സമയത്ത്, വയറുവേദനയ്ക്കുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഉള്ള സമയത്ത് നമുക്കതൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? ന്യൂട്രിചാർജ് വുമണും വെജോമേയും ഒക്കെ കഴിക്കുന്നവർക്ക് വയറുവേദനയോ, അപ്പോ അല്ലാതെ ചെറിയൊരു ഡിസ്കംഫർട്ട് എന്തായാലും ഉണ്ടാവും പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് കേട്ടിട്ട് നല്ല സുഖമായിട്ട് ആ ഒരു സമയം കടന്നു പോകും. ഇനി അതേപോലെ തന്നെ ഹൈ വേസ്റ്റിൽ ഫുൾ കവറേജ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രം ടൈപ്പ് ചെയ്താലും ആപ്പിൽ നമുക്ക് കാണാം. ഹൈ വേസ്റ്റ് എന്നോ, ഹൈ എന്ന് മാത്രമോ, ലോ എന്ന് മാത്രമോ, അല്ലെങ്കിൽ മിഡ് എന്ന് മാത്രം അടിച്ചു കൊടുത്താലും നമുക്ക് പാന്റീസ് കാണാം, ഓർഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി? നമുക്ക് വേണ്ടത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? അടുത്തുള്ള ഷോപ്പുകളിൽ പോയിട്ട് പാന്റീസ് ഉണ്ടോ, ഇന്ന വെറൈറ്റി. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ പ്രോഡക്ട്സ് കുറവാണെന്ന് പരാതി പറയാറുണ്ട് ആൾക്കാർ. ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. എത്ര ഷോപ്പുകളിലായി പോയി ചോദിക്കുന്നു, ഒരു ഷോപ്പിലും സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയൂ? നമുക്കാ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ചോദിക്കണം, നമ്മൾ ആരെങ്കിലും പറഞ്ഞു വിട്ട് ചോദിപ്പിക്കണം, അപ്പുറത്തെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കണം. കീസോളിന്റെ അപ്പോഴാണ് അവർക്ക് ഇത്ര അധികം പ്രോഡക്ട്സ് വെച്ചാൽ അപ്പൊ നന്നായിട്ട് പോകൂല, എന്നാ പിന്നെ എന്ന് പറഞ്ഞ് പ്രോഡക്ട്സ് വയ്ക്കാനായിട്ട് നിർബന്ധിതരാവണം. ഇപ്പൊ എങ്ങനെ പ്രീമിയം പാന്റീസ് ട്രൈ ചെയ്യണ്ട എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? K070 K075 ഹൈ വേസ്റ്റ് പാന്റീസ് കേട്ടോ. K070 and K075. പ്രീമിയം പാന്റീസ് വേണ്ട എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? പുരുഷന്മാരോടല്ലാട്ടോ ചോദ്യം, സ്ത്രീകളോടാണ്. ആരുമില്ല? എന്നെ പേടിച്ചിട്ടാണോ? എന്റെ സൗണ്ട് കേട്ട് പേടിച്ചിട്ടാണോ? പറഞ്ഞതൊന്നും മനസ്സിലായില്ല. തലയുടെ മുകളിൽ കൂടെ പോയി. ഏത് പ്രീമിയം പാന്റീസ്? പാന്റി? എന്താ പ്രീമിയം പാന്റീസിനുള്ള പ്രത്യേകത? ഇത് 3 പാക്കറ്റിലല്ല വരിക, ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടാ വരിക. കാരണം പ്രീമിയം ക്വാളിറ്റി ഉള്ള പാന്റീസ് ആണ്. അതങ്ങനെ ആരുടെയും കൂടെ ഇരിക്കുന്നില്ല, ഒറ്റയ്ക്ക് വരുള്ളൂ. നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ പാന്റീസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ പാന്റീസിന് റേറ്റ് ഇച്ചിരി കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റേത് SP 380 അല്ലെങ്കിൽ 400 രൂപ 3 ഇത് 199 മാത്രം ഒരെണ്ണത്തിന്. അതിനുള്ള ആൾക്കാരൊക്കെ നമ്മളുണ്ട് ഇല്ലേ? പ്രിയങ്ക മാമിന്റെ എഫേർട്ട് ഒന്നും നമുക്കില്ലല്ലോ. ഓരോ പാന്റി ആണെങ്കിലും ഓരോ ബ്രാ ആണെങ്കിലും ഇറക്കുന്നതിന് മുമ്പ് സുമ മാം 6 മാസം തൊട്ട് 1 വർഷം വരെ ഇതിന്റെ പിന്നിൽ വർക്ക് നടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം മാമിനെ കാണാൻ പോകുമ്പോ, അതായത് ഓരോ
കാറ്റഗറി നമ്മൾ സംസാരിക്കുന്ന സമയത്തും പ്രിയങ്ക മാമിന്റെ മുഖത്തൊരു തിളക്ക. ഹൈജീൻ പറയുമ്പോൾ ഇമോഷൻസ് ആയിക്കോട്ടെ, ലോഞ്ചറി പറയുമ്പോഴോ ഇങ്ങനെയൊക്കെ വെറൈറ്റീസ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും, കീസോൾ അല്ലാതെ ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് പോലും സ്ത്രീകൾക്ക് ലോഞ്ചറിയെ കുറിച്ച് ഇത്രയും എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ഇല്ല എന്നുള്ളതും, ഇത്രയും വെറൈറ്റി ഒരുമിച്ച് ഇറക്കുന്ന ഒരു ബ്രാൻഡ് ഇല്ല എന്നുള്ളതും. അങ്ങനെ ഒരു ബ്രാൻഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ആളുകളിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ ആരുടെ പ്രശ്ന? ഇനി റിപ്പീറ്റ് ചെയ്യണോ പാൻറ്റീസിന്റെ നമ്പർ? ഞാനത് ഗ്രൂപ്പുകളിൽ ഫോട്ടോ അടക്കം ഇട്ടേക്കാം, നമ്പേഴ്സ്. അല്ലെങ്കിൽ അത് മാത്രം റിപ്പീറ്റ് ചെയ്ത് പോണ്ടി വരില്ല. ഇനി ബ്രായിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സമയം കിട്ടില്ല. പാൻറ്റീസ് മാത്രം ഇട്ടാൽ മതിയോ? മുകളിലേക്ക് കിടക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ഇനിയുള്ള സമയം ബ്രായിനെ കുറിച്ചും, അതായത് ബാക്കി ലോഞ്ചറിയിലത്തെ ഭാഗങ്ങളും നമുക്ക് സംസാരിക്കണം എന്നർത്ഥം. അപ്പോ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള പ്രോഡക്ട്സ് കൊടുക്കാം എന്നാണ്. ഓക്കെ, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഗ്രൂപ്പിൽ ഈ ഫോട്ടോസ് അടക്കം നമ്പർ അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഏതാണ് അത് വെറൈറ്റി. LW എന്ന് കാണുമ്പോൾ പേടിക്കേണ്ട, ലോ വേസ്റ്റ് ആണ്. മിഡ് വേസ്റ്റും ലോ വേസ്റ്റും ഹൈ വേസ്റ്റും ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പൊ അറിയുന്നവർ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ഉഡാന്റെ ഗ്രൂപ്പുകളുണ്ട്, ഒഫീഷ്യൽ കീസോളിന്റെ ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ലീഡേഴ്സിനോട് പറയുക. ലീഡേഴ്സിനോട് പറഞ്ഞ് നമുക്ക് അത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് 487 പേരുണ്ട്. ഈ 487 പേര്, ഞാൻ അടക്കമുള്ളവര്, ഇതെല്ലാം മാറി മാറി ട്രൈ ചെയ്ത് നോക്കണം. ഏതാ നമുക്ക് കംഫർട്ടബിൾ ആവുക എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ നോക്കിട്ടേ ഇതൊന്നും എനിക്ക് ബിക്കിനി മോഡലൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. നമ്മുടെ കാശ്, നമ്മുടെ ശരീരം, നമ്മുടെ PV, നമ്മുടെ പ്രോഡക്റ്റ് നമ്മളല്ലേ തീരുമാനിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കാശ് ചെലവാക്കാനുണ്ടോ? അല്ലെ? നമ്മൾ പുറമെ ഇടുന്ന ഡ്രസ്സ് ഇത്രയും വില, എത്ര വില കൂടിയതാണെങ്കിലും ആൾക്കാര് രണ്ട് വാക്ക് നല്ലത് പറയുമ്പോ ഒന്ന് നോക്കിയിട്ട് പോകുമ്പോ ഒരു പ്രത്യേകതര സന്തോഷമാണ്. ആണോ അല്ലേ? ശൈലജ മാം ഇങ്ങനെ കടയിൽ ഇങ്ങനെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഭംഗി കാണാനായിട്ട്. വരുന്ന ആൾക്കാരൊന്ന് നോക്കുമ്പോ നമുക്ക് ഒരു സന്തോഷം കൊടുക്കാനാ. ആരും നോക്കാനില്ല, ആരും കാണാനില്ല. ലോഞ്ചറിയുടെ ക്ലാസ്സുകാരനാണോ പലരും വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കണത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നോക്കുന്നുണ്ട്. ആ സുന്ദരമായ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. മുഖത്ത് മാറി മറിയുന്ന ആ ഭാവങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക രസമല്ലേ? അപ്പൊ പറഞ്ഞു വന്നത്, ലോഞ്ചറി നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോ എന്ന് തൊട്ടാണോ സ്വന്തം അവരവരെ സ്ത്രീ മനസ്സിലാക്കുന്നത്, ഞാൻ എന്നാണോ എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നത്, വേറൊരാള് ചൂണ്ടിക്കാണിക്കേറ്റ് നിൽക്കാനും ചിരിക്കാനും മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു കാരണമാവാനും എനിക്ക് സാധിക്കുന്നത് എല്ലാം കൊണ്ട് ഫിനാൻഷ്യൽ പോലും നടന്നു. അപ്പൊ അതുകൊണ്ട് അതിന് റെഡി ആവാനായിട്ട് തയ്യാറാണ്. യെസ്, നമുക്ക് PPT-യിലേക്ക് കിടക്കാം കേട്ടോ. നോർമൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, ബ്രാ പ്രോബ്ലംസ് നോർമലി എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ പ്രോഡക്ട്സ് എത്തിയെന്നാണ്. സൗണ്ട് പോകുന്നുണ്ടോ ഇടയില്? സൗണ്ട് കട്ടായി പോകുന്നുണ്ട് ഇടയ്ക്ക്. ഇപ്പൊ ശരിയായോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്? ഓക്കെ, ചേഞ്ച് ആയിട്ടില്ല, മാഡത്തിനെ കാണുന്നു. ആ ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ സംസാരം ക്ലിയർ ആയിട്ട് വരുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ആക്ച്വലി പ്രോബ്ലംസ് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റുക? ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മൾ ഇടുന്ന ബ്രാ കാരണം ശരീരത്തിൽ സ്ഥിരമായിട്ട് പാടുകൾ വരുന്നുണ്ടോ? ലേഡീസ് ഇന്നർ വെയർ ാണ്. ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു തരാം. അതായത് നമ്മൾ ബ്രാ യൂസ് ചെയ്തിട്ട് കാലങ്ങളായിട്ട് നമ്മുടെ അമ്മമാര് പറഞ്ഞു തന്ന, അല്ലെ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെല്ലാം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന ബ്രാ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ശരീരത്തിൽ പാടുകൾ ഉണ്ടെങ്കിൽ,
ഷോൾഡറിലും താഴെയൊക്കെ കൃത്യമായിട്ട് പടച്ചട്ടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈസ് ശരിയല്ല. സ്ഥിരം ദിവസം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കേണ്ടി വരുന്നുണ്ടോ? അവിടെ വലിച്ച് ഇവിടെ വലിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നൂരിക്കളഞ്ഞാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇടുന്ന ബ്രാൻഡ് ശരിയല്ല, നമ്മൾ ഇടുന്ന സൈസ് ശരിയല്ല എന്നർത്ഥം. ഇനി പുരുഷന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അല്ലാണ്ട് തന്നെ രാത്രി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾ സ്വീകരിക്കാറ്? ചേട്ടാ വരും, ഇരിക്കും, ചായ കുടിക്കും എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന എത്ര വീടുകളുണ്ടെന്ന് അറിയില്ല. ആർസിംകാരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കാം. അല്ലാത്തവരുടെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. കയറണോ പോണോ എന്നുള്ളത് അവരപ്പോ തീരുമാനിക്കും. ഈ സമയത്ത് ഒന്നും കൂടി ദേഷ്യം വരാൻ വേണ്ടിയിട്ട് ദേവി മാറി ദേവിയുടെ മുന്നിൽ ഒരു അക്ഷരം കൂടുന്നതിന്റെ ഒരു കാരണം ഇതും കൂടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദിവസം മുഴുവൻ ഇത് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ആകെ സഫോക്കേഷൻ ആയിട്ട് ഇത് കാരണം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പോലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയത് എപ്പോഴാണ്? കീസോൾ വന്ന് കീസോൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചൂട് കാലത്ത് ഈ ഇടുന്ന സംഭവം കാരണം കൂടുതൽ വേർപ്പും കൂടുതൽ റാഷസും ഇറിറ്റേഷനും നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് എപ്പോഴാണ്? കീസോളിൽ വന്നതിന് ശേഷം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ദിവസം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുക. സ്ഥിരമായിട്ട് പുറം വേദന, കഴുത്ത് വേദന, തണ്ടൽ വേദന, നെഞ്ചുവേദന, പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന ബ്രസ്റ്റ് പെയിൻ പോലെ തന്നെ ത്രൂ ഔട്ട് നമുക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ, നമുക്ക് പ്രശ്നം പുറത്തിനോ അല്ലെങ്കിൽ തണ്ടലിനോ ഒന്നുമല്ല. നമുക്ക് പ്രശ്നം ബ്രാ സൈസ് നമ്മുടെ ക്ലിയർ ആവാത്ത കാരണമാണ്. അത് ക്ലിയർ ആയാൽ ഇത് മാറും. ഇതിനുള്ള ഉദാഹരണം ഇതൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇതിനേലും മുമ്പ് യൂസ് ചെയ്തിരുന്ന ബ്രാൻഡ്, ഇപ്പൊ ഞാൻ യാത്രകൾ ഒരുപാട് ചെയ്യുന്നതാണ്. ദിവസം മുഴുവൻ കാലത്തൊട്ട് വൈകുന്നേരം വരെ പലപ്പോഴും സെഷൻസ് എടുക്കേണ്ടി വരും. ഒരു ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സിലേക്ക് യാത്ര ചെയ്തതിന് ശേഷമായിരിക്കും സെഷൻസ് എടുക്കേണ്ടി വരിക. ഇടുന്നത് പ്രോപ്പറായിട്ടുള്ള ഇന്നർ വെയേഴ്സ് അല്ല എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ബ്രാ പ്രോപ്പർ അല്ല എങ്കിൽ പുറം വേദന അന്നത്തെ ദിവസം തല്ലിക്കളഞ്ഞാൽ പോലെ പിറ്റേ ദിവസം വരെ എണീക്കാനും ശ്വാസം വിടാൻ പറ്റാത്ത അത്രയും രീതിയിൽ പുറം വേദന എടുക്കും. എന്ന് മുതലാണോ കീസോൾ ഇട്ട് തുടങ്ങിയത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തുടങ്ങി എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ പറയുന്നത് എന്റെ മുഖത്തുള്ള ആക്ഷൻസ് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നോക്കി 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 ഇരുന്ന് നമ്മൾ ധ്യാനത്തിലേക്ക് പോകും. ആളുകളോട്, കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതിലേതിലെങ്കിലും പെടാത്ത ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ഓർത്തോളൂ. ബ്രാൻഡഡ് യൂസ് ചെയ്യുന്ന ആളുകൾ 2 മാസം 3 മാസം കഴിയുമ്പോൾ ബാൻഡ് ലൂസ് ആയി തുടങ്ങും. കാരണം ആ ലൂസ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുണ്ടാക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ ലൂസ് ആയില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാരാ എന്ത് ചെയ്യും? 3 ജോഡി ജീവിതകാലം മുഴുവൻ ആഘോഷമാക്കും നമ്മൾ. അതിൽ കൂടുതൽ വാങ്ങാനൊന്നും നമ്മൾ പോണില്ല, ഏത് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാല്. അപ്പോ ഇത് സ്ട്രാപ്പ്, അതിന്റെ വള്ളി വലിഞ്ഞു പോകും. അത് തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് വലിഞ്ഞു പോകുന്നത് അത് കാരണമാണ്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക മാമിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാം വലിയൊരു പരാതി പറയാണ്ട് കീസോളിന്റെ. മാം പറഞ്ഞു, എനിക്കറിയാം കീസോളിന്റെ ബ്രാ എങ്ങനെയാണോ വാങ്ങുമ്പോഴുള്ള സൈസ് അതേപോലെ തന്നെയാണ്. ലാസ്റ്റ് കളയണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം പറയണം. കാരണം എന്താ, പലപ്പോഴും പലരും വിചാരിച്ചിട്ടില്ല, തുടക്കം മേടിച്ചത് ഇപ്പോഴും ഇരിക്കുന്നില്ലേ, ഇച്ചിരി മങ്ങലേ വന്നിട്ടുള്ളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല, എങ്ങനെ കളയൂ ഇത് എന്ന് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന 2-3 വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒരു കൊല്ലത്തിൽ കൂടുതൽ ലോഞ്ചറി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇത് കഴുകിയാലും ഉണക്കിയാലും ഇതിലുള്ള ബാക്ടീരിയ പോവില്ല. അപ്പൊ അതുകൊണ്ട് 1 വർഷം കഴിയുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈസ് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈസ് നോക്കിയിട്ട് വേണം മുന്നോട്ട് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള 2-3 പോയിന്റ്സേ പറഞ്ഞിട്ടുള്ള, ഒരുപാട് പോയിന്റ്സ് അങ്ങനത്തെ ഉണ്ട്. ഉള്ളയിൽ 2-3 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബ്രാൻഡഡ് മേടിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി ഒരുപാട് പോയിന്റ്സ് ഇതിലുണ്ട്, ഞാൻ ജസ്റ്റ് അതിൽ കുറച്ച് മാത്രം. എങ്ങനെയാണ് ഈ ഫീൽഡിലുള്ള പ്രോബ്ലംസ് നമുക്ക് തിരുത്താനായിട്ട് പറ്റുക? ഇതിനെ കുറിച്ച് അവയർനെസ് എങ്ങനെയാണോ നമ്മൾ ഹൈജീൻ അവയർനെസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ റെഡി ആവണം. നമ്മൾ തുറന്ന് സംസാരിക്കാൻ പഠിക്കണം, അവരോട് സംസാരിക്കണം. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുള്ള പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പലപ്പോഴും അറിയില്ല. ഏത് മെറ്റീരിയൽ ആണ് ലോഞ്ചറിക്ക് ചൂസ് ചെയ്യേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കോ. ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ ബ്രാന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലോഞ്ചറി ഏതാണെങ്കിലും ഏത് മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? ജെൻസിന് ഇത്രയൊന്നും മോഡൽ ഇല്ല. വെറുതെ ആണോ സ്ത്രീ ശാക്തീകരണം നമ്മൾ പറയുന്നത്? പുരുഷന്മാര് ചെന്ന് ബനിയൻ മേടിക്കും. എങ്ങനെ മേടിക്കും? കൈയുള്ളതും കൈയില്ലാത്തതും. നമുക്ക് എത്ര വെറൈറ്റി ആണെന്നറിയോ? 13 തന്നെ വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമ്പേഴ്സ് ഇതേപോലെ K0, 70, 71 എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ തന്നെ 25-ൽ പരം വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോട്ടൺ, ലൈക്ര കോട്ടൺ, 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 ലൈക്ര കോട്ടൺ. കോട്ടൺ ആണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണ്ടത്. കാരണം ബ്രീത്തബിൾ ആണ്, ഇറിറ്റേഷൻ ഉണ്ടാവില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ലൈക്ര കോട്ടൺ ആണ് മെറ്റീരിയൽ. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ, ലൈക്ര കോട്ടൺ ആണ് നമ്മുടെ മെറ്റീരിയൽ. ലൈക്ര കോട്ടൺ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യുന്ന,
കംഫർട്ടബിൾ ആയിട്ടുള്ള വായു സഞ്ചാരം നന്നായിട്ട് നടക്കുന്ന, ഇറിറ്റേഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഇല്ലാത്ത, വേർപ്പ് എന്ത് ചെയ്യും? വേർപ്പ് വന്നാല് ഈ തുണി നന്നായിട്ട് ഒപ്പിയെടുക്കും, എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നിൽക്കില്ല. ഒരു ഭാഗത്ത് നിൽക്കാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നു? ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവുന്നില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേർപ്പ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്താ, ബ്രസ്റ്റിന്റെ താഴെയുള്ള ഭാഗത്ത്, ആ സ്ട്രാപ്പിന്റെ ഭാഗത്ത് ആ വേർപ്പ് വരും, നന്നായിട്ട് വേർക്കുക അല്ലെ. ഈ വേർക്കുന്ന സമയത്ത് ഈ തുണി കോട്ടൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നു, അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു എല്ലാ ഭാഗത്തേക്കും. അതായത് ആ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പോകുന്നു, അതിൽ തങ്ങി നിൽക്കുന്നില്ല. ആ നിൽക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി കുറെ നാള് നീണ്ടു നിൽക്കുന്നതാണ് കീസോൾ എന്ന് നമ്മുടെ അനുഭവം കൊണ്ട് പറയാം. അല്ലാണ്ട് ചെന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ലൈക്ര കോട്ടൺ ആണ്, K028 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, K074 എന്ന് പറഞ്ഞാൽ സാധാരണക്കാരോട് പറഞ്ഞാൽ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ അനുഭവം എന്താണ്, നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താണോ റിസൾട്ട് കിട്ടിയത് അതുവരെ. ഇനി പറ്റുന്ന തെറ്റെന്താ നമുക്ക്? ഞാൻ കീസോളിന്റെ ഒരു പ്രത്യേക വെറൈറ്റി ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി, ഞാൻ എന്ത് ചെയ്യുന്നു? അതേ വെറൈറ്റി തന്നെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം എന്താ? അത് എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ട് യാതൊരു നിർബന്ധവും ഇല്ല അത് അപ്പുറത്തെ ഒരാൾക്ക് റിസൾട്ട് കിട്ടണമെന്ന്. കാരണം 9 തരത്തില് ബ്രസ്റ്റ് ഷേപ്പുകൾ ഉണ്ട്, 9 തരത്തിലുള്ള ബ്രസ്റ്റ് ഷേപ്സ് ഉണ്ട്. ഈ 9 തരത്തിലുള്ള ഷേപ്പുകാർക്കും വേണ്ടത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രായാണ്. ഈ 9 തരക്കാർക്കും ബോഡി ടൈപ്പിനനുസരിച്ച്, ഡ്രസ്സിനനുസരിച്ച്, മൂഡിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച്, വയസ്സിനനുസരിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ബ്രായാണ്. ഇത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു റൗണ്ട് സ്റ്റിച്ച് കിട്ടി, ജീവിതകാലം മുഴുവൻ ആഘോഷമാക്കി നമ്മൾ റൗണ്ട് സ്റ്റിച്ച് കൊണ്ട്. റൗണ്ട് സ്റ്റിച്ച് ഇല്ലാത്ത ജീവിതം ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോ അതല്ല, അപ്പുറത്തേക്ക് ലോകമുണ്ടെന്നും കംഫർട്ടബിൾ ആയിട്ട് നടക്കാനായിട്ട് പറ്റുമെന്നും ഓരോ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇടേണ്ടതുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക്. ഇനി പ്രൈസ്. നമ്മൾ ഒരിക്കലും ലോക്കൽ ആയിട്ടുള്ള കീസോളിന്റെ ഒരു പ്രോഡക്റ്റും ലോക്കൽ സാധനങ്ങളുമായിട്ടല്ല നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ഒന്നും ഒക്കെ ബ്രാൻഡഡാണ്. ആ ബ്രാൻഡഡില് 1000-ന് മുകളിൽ വില വരുന്ന പ്രോഡക്ട്സ് ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ വിലക്ക് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഈ 199, 299, 499 ഒക്കെ നോക്കി വെച്ചിട്ട് പുറമെ പോകണം, മാളുകളിൽ പോകണം, ബ്രാൻഡഡിൽ പോകണം. അതിനുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. പുതിയ സ്പോർട്സ് ബ്രാ ഇറങ്ങിയിട്ടുണ്ട്, K072. നോക്കാത്തവർ നോക്കി. K072ന്റെ പ്രത്യേകത കഴുത്തിലൂടെ ഇട്ടിട്ട് ബാക്കിൽ ഹുക്ക് ഇടുന്നതാ. അതായത് കഴുത്തിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് പുറം സ്ട്രെച്ച് ചെയ്ത് നിൽക്കാനും നന്നായിട്ട് ബാക്കിൽ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് ബാക്കിൽ ഹുക്കും കൂടിയിട്ടുള്ളതാണ് K072 എന്നുള്ള നമ്മുടെ സ്പോർട്സ് ബ്രാ. നല്ല കവറേജ് കിട്ടുന്നുണ്ട്, മുകളിൽ വരെ കവറേജ് കിട്ടുന്നുണ്ട്. സെയിം ഇപ്പൊ എഴുതി കാണിച്ച ബ്രാൻഡിന്റെ ഞാൻ കണ്ടു, സെയിം ബ്രാ, ബാക്കിൽ ഇതേപോലെ തന്നെ ഹുക്ക് ഉള്ളത്. റേറ്റ് എത്രയായിരുന്നു എന്നറിയോ? 1899 രൂപ. നമ്മുടെ എത്രയാ റേറ്റ് എന്നറിയോ? 699 MRPയും 599 SP. പലരും പറയും നമ്മുടെ ബ്രായ്ക്ക് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ആലോചിക്കാൻ പോലും പറ്റില്ല ബാക്കി ബ്രാൻഡുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും. 1899 എവിടെ കിടക്കുന്നു, 699 എവിടെ കിടക്കുന്നു, പോരാത്തതിന് 100 രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക്. അപ്പൊ തന്നെ PV കിട്ടുന്നത് വേറെ, ഫ്രീ പ്രോഡക്ട്സ് വേറെ, ഇങ്ങനെയായിട്ടുള്ള ലാഭം വേറെ. നമുക്കപ്പൊ എവിടെയാ ചെലവ് വരുന്നത്? അത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ വരുന്നത്. യെസ്, അപ്പൊ അടുത്തേക്ക് കിടക്കാൻ പെട്ടെന്ന് തന്നെ മെഷർമെന്റും കൂടി പഠിക്കണ്ടേ? ഏതൊക്കെയാണ് നമുക്ക് സ്റ്റൈൽസ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ വീതി കുറഞ്ഞ സ്ട്രാപ്പ് ഉണ്ട്, വീതി കൂടുതലുള്ള സ്ട്രാപ്പ് ഉണ്ട് നമുക്ക് ബ്രായിൽ വരുന്നത്. ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമുക്ക് ബ്രായുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക? ഇനി അടുത്തത് അതാണ് മനസ്സിലാക്കുന്നത്. വീതി കുറഞ്ഞ സ്ട്രാപ്പ് ഉണ്ട്, വീതിയുള്ള സ്ട്രാപ്പ് ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്തോളൂ. സാരി ഉടുക്കുന്ന സമയത്ത്, ഷോൾ ഉള്ള ചുരിദാർ ഇടുന്ന സമയത്ത്, കോട്ടൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് നടുവിൽ സ്റ്റിച്ചുള്ള ബ്രാ ഉപയോഗിക്കാം. കട്ട് ആൻഡ് സ്യൂ എന്ന് പറയും. നടുവിൽ സ്റ്റിച്ചുള്ള ബ്രാ അതിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. അതായത് റൗണ്ട് സ്റ്റിച്ച് പോലെ വരുന്ന വെറൈറ്റികളുണ്ട്. ഇതിനു മുമ്പ് ലോഞ്ചറിയുടെ സെഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചാനലിന്റെ പേര്, കീസോൾ കേരളയിൽ പല തരത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ലോഞ്ചറി സെഷൻ കൊടുക്കുന്നുണ്ട്. കീസോൾ കേരള കേട്ടോ ചാനലിന്റെ പേര്. ആ ചാനലിൽ കൃത്യമായിട്ട് ലോഞ്ചറിയുടെ വിശദമായിട്ടുള്ള ബ്രാൻഡ് എന്താ പറയാ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ചെന്ന് കാണുക, മെഷർമെന്റ് അടക്കം അതിൽ പറയുന്നുണ്ട്. അപ്പോ നടുവിൽ സ്റ്റിച്ചുള്ള ബ്രാ നമ്മൾ എന്തിന്റെ കൂടെ, സാരി ചുരിദാറിന്റെ ഒക്കെ കൂടെ നമ്മൾ നടുവിൽ സ്റ്റിച്ചുള്ള ബ്രാ ഉപയോഗിക്കാം. മോൾഡഡ് ബ്രാ, സ്റ്റിച്ച് ഇല്ലാത്ത ബ്രായാണ് നമ്മൾ സാധാരണ കുർത്തി, ഷോൾ ഇടാത്ത ഡ്രസ്സുകൾ, അതേപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളുടെ ഒക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കാം. പാഡഡ് ആയിട്ടുള്ള ബ്രായാണ് നമ്മൾ
എന്തിന്റെ കൂടെ? കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഷർട്ട്, ടീ ഷർട്ട് പോലെയുള്ളതൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പാഡഡ് ബ്രാ ഉപയോഗിക്കും. പാഡഡിൽ തന്നെ വെറൈറ്റി ഉണ്ട്. ബ്രസ്റ്റ് അധികം ഇല്ലാത്തവർക്കും ആവശ്യത്തിനുള്ളവർക്കും ഡി കപ്പ് വേണ്ടവർക്കും ഈ ഭാഗത്ത് സ്ട്രാപ്പിന് വരാൻ കുഷ്യൻ വേണ്ടവർക്കും ഒക്കെയുള്ള വെറൈറ്റീസ് അതിലുണ്ട്. അതായത് ആ ഒരു എന്താ പറയുക ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ട്രാപ്പ് വീതി, ഈ ഭാഗത്തുള്ള സ്ട്രാപ്പ് വീതി കുറഞ്ഞതും വീതി കൂടിയതും ഉണ്ട്. ഇതാർക്കാ വേണ്ടത്? നോർമൽ വീതി കുറഞ്ഞത് ഇട്ടാൽ അധികം ഹെവി ബ്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക്, ബി കപ്പും സി കപ്പും യൂസ് ചെയ്യുന്ന വലിയ വണ്ണം ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള നോർമൽ വീതി കുറഞ്ഞ സ്ട്രാപ്പ് ഉപയോഗിക്കാം. അല്ലാത്ത സി കപ്പും ഡി കപ്പും ഉപയോഗിക്കുന്ന ശരീരം നന്നായിട്ടുള്ള വണ്ണമുള്ള ആളുകൾക്ക് വീതി കൂടുതലുള്ള സ്ട്രാപ്പാണ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക, നല്ല രീതിയിൽ കവറേജ് കൊടുക്കുക, ശരീരം ബ്രസ്റ്റ് തൂങ്ങാതിരിക്കാനായിട്ട് സഹായിക്കുക, ബൾജിങ് ഇല്ലാതിരിക്കാൻ സഹായിക്കുക. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രായാണ് ഉപയോഗിക്കുന്നത്? 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. നോട്ട് ചെയ്ത് വെച്ചോളൂ. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ആണോ നമ്മൾ ഇടുന്ന ബ്രാ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് കീസോൾ ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള സൈസ്, കൃത്യമായിട്ടുള്ള വെറൈറ്റി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താ ആദ്യത്തെ? സ്ട്രാപ്പ് ഷോൾഡറിലേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതായത് നമുക്ക് ഇട്ടിട്ട് വൈകുന്നേരം വരെ ഇട്ടാലും ഇട്ടിട്ടുണ്ട് എന്നുള്ള ഫീലിംഗ് തോന്നാത്ത രീതിയിലായിരിക്കണം സ്ട്രാപ്പ്. അതേപോലെ ആയിരിക്കണം സ്ട്രാപ്പ്. കുഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കുഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ നമ്മൾ ഇടുന്നത് പെർഫെക്റ്റ് ആണ്. 2, ബാക്കിലുള്ള സ്ട്രാപ്പ് ഷോൾഡർ ബ്ലേഡിന്റെ, ആ ഷോൾഡറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഷോൾഡർ ബ്ലേഡിന്റെ താഴെ ആവണം ബാക്കിലുള്ള സ്ട്രാപ്പ്. ഫ്രണ്ടിലുള്ള സ്ട്രാപ്പും ബാക്കിലുള്ള സ്ട്രാപ്പും ഒരേ ലെവലിൽ പാരലൽ ആയിട്ട് നിൽക്കണം. അതായത് ചിലവരെ കണ്ടിട്ടുണ്ടാവും ഈ ബ്രായുടെ സ്ട്രാപ്പ് ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊന്തി പോകുന്നത്, ചിലവർ വല്ലാണ്ട് താന്ന് കിടക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ളതല്ലാതെ കൃത്യമായിട്ട് കിടക്കുന്നുണ്ടോ, നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവിൽ ഒരേപോലെ കിടക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. 3, കപ്പ്. ചിലവരുടെ നമുക്ക് കപ്പ് സൈസ് അറിയാത്തോണ്ടേ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം 34 മേടിച്ചപ്പോ ശരിയായി, ഇപ്രാവശ്യം 34 മേടിച്ചപ്പോ ആകെ ലൂസാ, ഒരു സുഖമില്ല. എന്താണ് ഈ കമ്പനിക്കാർ ഇങ്ങനെ ഇറക്കണം? എല്ലാ പ്രാവശ്യം ഇതിന് വേറെ വേറെ സൈസാ. വേറെ വേറെ സൈസല്ല, കപ്പ് സൈസ് ഉണ്ട്. കപ്പ് സൈസ് മാറുന്ന സമയത്ത് എന്തുണ്ടാവും? ലൂസായിട്ട് കുറച്ച് കൂടുതലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചുരുണ്ട് പോലെ, അതായത് റിങ്കിൾസ്, ചുളിവുകൾ ഉണ്ടാവും ബ്രായിൽ, നമുക്ക് പെർഫെക്റ്റ് അല്ല കിടക്കുന്നത്. അല്ലെങ്കിൽ പുറത്തേക്ക് തുറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, സ്പില്ലേജ് ഉണ്ടെങ്കിൽ, ഡബിൾ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ബ്രാ ശരിയല്ല. പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ സ്പേസ് ഇല്ലാതെ, അതായത് കപ്പിന്റെയും ബ്രസ്റ്റിന്റെ ഇടയിൽ സ്പേസ് ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാ പെർഫെക്റ്റ് ആണ്. ക്ലിയർ ആയോ? എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുക എന്നാണ്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ബ്രസ്റ്റിന്റെയും കപ്പിന്റെയും നടുവിൽ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇനി എന്താണ്? കുനിയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അതൊരു പ്രശ്നമാണ്. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുനിയുന്ന സമയത്ത് പുറത്തേക്ക് വരിക എന്നുള്ളതും, അല്ലെങ്കിൽ പുറത്തേക്ക് വല്ലാതെ പ്രൊജക്ട് ചെയ്ത് കാണുക എന്നുള്ളതും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സൈസ് അല്ല എന്നർത്ഥം. കറക്റ്റ് ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് വേണ്ടതല്ല എന്നർത്ഥം. കസ്റ്റമർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരാളെ, പുതിയ ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? ഫസ്റ്റത്തെയാണ് വിങ് ടെസ്റ്റ്. വിങ് ടെസ്റ്റ് എന്ന് പറയും. വിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ബാക്കിലുള്ള സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഹുക്കിന്റെ ആ ഭാഗത്തുള്ളത്, ആ ഭാഗത്തുള്ള സ്ട്രാപ്പ് വലിച്ചു നോക്കുക. സാധാരണ ലോക്കലായിട്ട് കിട്ടുന്ന ബ്രായുടെ ആ ഭാഗം വലിയും നന്നായിട്ട്. കാരണം എന്താ? പെട്ടെന്ന് അത് ലൂസ് ആവുന്നതാണ് അർത്ഥം. നിങ്ങൾക്ക് ഓർമ്മ, ഇപ്പോഴല്ലല്ലോ നമ്മൾ ബ്രാ ഇട്ട് തുടങ്ങിയത്, കാലങ്ങളായില്ലേ. ഇതിനേലും മുമ്പ് ഉപയോഗിച്ചേർന്ന് 2-3 മാസം കഴിയുമ്പോഴേക്കും എന്താവും? ആ ബാക്കിലുള്ള ആ ഹുക്കിന്റെ ഭാഗം വല്ലാണ്ട് ലൂസ് ആവാറില്ലേ? നമ്മൾ ഒന്നാമത്തെ ഹുക്കിൽ നിന്ന് മാറ്റി രണ്ടാമത്തേക്ക് മൂന്നാമത്തേക്ക് ഇടും. കീസോളുകാരൊന്ന് പ്രത്യേകം ഓർത്ത് നോക്കണം. ഫസ്റ്റ് ഹുക്കിലാണ് ആദ്യം ഇട്ടതെങ്കിൽ ലാസ്റ്റ് കളയുന്നവരെയും ഫസ്റ്റ് ഹുക്കിലാ. ജന്മം ഉണ്ടെങ്കിൽ രണ്ടാമത്തേക്ക് കിടക്കില്ല, വണ്ണം കുറഞ്ഞാലേ കിടക്കുള്ളൂ, അല്ലാണ്ട് ഇത് ലൂസായിട്ട് കിടക്കില്ല. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ചോളൂ, നമ്മൾ എങ്ങനെയോ വണ്ണം കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. അപ്പോ സംഭവം ആദ്യത്തെ ഹുക്കിലാണ് ഇടുന്നതെങ്കിൽ ആദ്യത്തെ ഹുക്കിൽ തന്നെ. അതുകൊണ്ട് കുട്ടികൾക്ക് യൂണിഫോം മേടിക്കണ പോലെ ഇത് മേടിക്കരുതെന്ന്. ഇച്ചിരി ടൈറ്റ് ആയാലും കുഴപ്പമില്ല, മേടിച്ചോ ലൂസ് ആയിക്കോളും, ലൂസ് ആവില്ല. അപ്പൊ അത് നോക്കിയിട്ട് വേണം കൃത്യമായിട്ട്. ഇതാ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അവരുടെ ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഓരോരുത്തരുടെ മുഖത്തുള്ള തെളിച്ചം കാണുമ്പോൾ അറിയാം എത്രത്തോളം വ്യത്യാസം കീസോളിന്റെ ബ്രാ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നുണ്ടെന്ന്. അപ്പൊ ആദ്യത്തെ ഹുക്കിലിട്ടാൽ അതേ ഹുക്കിൽ തന്നെയായിരിക്കും. അതിന്റെ അർത്ഥം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട്
അതേ ടൈറ്റ് ആയിട്ടാണ് അതിന്റെ സ്ട്രെച്ചിങ് എടുക്കുന്നത്, ലൂസ് ആവുന്നില്ല. ഒന്നത്. രണ്ട്, സ്ട്രാപ്പിന്റെ ഭാഗത്തും അതേപോലെ തന്നെ വലിച്ചു നോക്കിയാൽ മറ്റേ വേറെ ബ്രാൻഡുകളുടെ ആണെങ്കിൽ, ലോക്കൽ ബ്രാൻഡുകളാണെങ്കിൽ നന്നായിട്ട് വലിയും. അതിന്റെ അർത്ഥം 2 മാസം പോലും ഉടുക്കൽ ഇത് സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കാനായിട്ടെന്ന്. നമ്മുടെ അതിനു വേണ്ടിയിട്ട് 3 പാഡഡ് ബ്രാകൾ ഉണ്ടല്ലോ, പാഡഡ് ബ്രായുടെ പാഡിന്റെ ഭാഗം നന്നായിട്ട് കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചുരുട്ടിക്കൂട്ടുക, നന്നായിട്ട് ചുരുട്ടിക്കൂട്ടിക്കോളൂ. ചുരുട്ടിക്കൂട്ടിയിട്ട് അതിങ്ങനെ വിടുന്ന സമയത്ത് ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പാഡ് ക്വാളിറ്റി ഉള്ള പാഡല്ല എന്നർത്ഥം. ചുളിവുകൾ ഇല്ല എങ്കിൽ അത് ക്വാളിറ്റി ഉള്ള പാഡഡ് ബ്രാ ആണെന്നർത്ഥം. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഉള്ളത് കാരണം എല്ലാ പാഡഡ് ബ്രായും ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ധൈര്യമായിട്ട് ചെയ്തോളൂ. ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എത്ര ടിപ്പുകൾ കിട്ടി എന്നുള്ളത് ആലോചിക്കണം. 1, നമ്മൾ ചോദ്യത്തിൽ വീഴ്ത്തി. 2, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഴ്ത്തി. ഇനി നമ്മൾ മെഷർമെന്റിലൂടെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെ കഴുകണം? 2 മാസേ ആയുള്ളൂ, ഇത് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാര്യം മെഷീൻ വാഷ് ചെയ്താൽ പോലും നമ്മുടെ ബ്രായിന് യാതൊരു കംപ്ലൈന്റും വരും. വല്ലാണ്ട് കല്ലും ഇട്ട് ഒരച്ച് എത്രയും മാത്രം അരയ്ക്കാൻ മാത്രമൊന്നും ഇല്ല അതിൽ. അപ്പൊ മെഷീനിൽ ഇട്ടിട്ട് ഇത്രയും നേരം കഴുകേണ്ട ആവശ്യമില്ല. ഹാൻഡ് വാഷ് ആണ് ആക്ച്വലി കുറെ നാള് നീണ്ടു നിൽക്കാൻ. ഇനി മെഷീൻ വാഷ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, ചെയ്തിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ ഇതിന് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ കുറെ നാള് നീണ്ടു നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ബ്രാ വരുന്നത്. യെസ്, പാഡിന്റെ പറഞ്ഞു. മൂവ് ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ബ്രാ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പൊക്കി നോക്കുക, കൈ എന്താ പറയാ ഒന്ന് കുനിഞ്ഞു നോക്കുക, നമുക്ക് ബൾജസ് ഉണ്ടോ നോക്കുക, ഗ്യാപ്പിംഗ് ഉണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ബ്രാ ആണ് എന്നർത്ഥം. റോങ് സൈസ് ബ്രാ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ് റൈറ്റ് ഫിറ്റ് ഇമ്പോർട്ടന്റ് നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇന്ന് സാരി ഉടുക്കുന്നവരല്ല കൂടുതലും. ഈ ആർസിവിൽ തന്നെ എത്ര വെറൈറ്റി കുർത്തകളാ പറഞ്ഞാൽ, എത്ര വെറൈറ്റി കുർത്തകളാ ഉള്ളിലുള്ളത്. ഇന്നർ ശരിയല്ല എങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സ് പെർഫെക്റ്റ് ആവില്ല. നമ്മൾ ഇടുന്ന ഡ്രസ്സ് അതേ ഭംഗി കിട്ടണമെങ്കിൽ ഇന്നർ വെയർസ് റെഡി ആവണം. അപ്പൊ അതനുസരിച്ചുള്ള വെറൈറ്റി വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി അടുത്ത മെഷർമെന്റിലേക്കാണ്. മെഷർമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഏതൊക്കെ വെറൈറ്റീസ് ആണ്. ജിഷ മാം സമയമുണ്ടല്ലോ അല്ലെ? സമയമുണ്ട്, ആരും പോയിട്ടൊന്നുമില്ല. സമയമുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ, ഉറക്കം വരുന്നുണ്ടോ? ഈ 10 മണി സമയത്ത് ഒരു ക്ലാസ് എടുക്കണത് ഈശ്വര, ഈ ഇന്നർ വെയർസിനെ കുറിച്ച് കേട്ടിരിക്കേണ്ട ഒരു അവസ്ഥ. ക്ലാസ് എടുക്കുന്നത് ഞാൻ നെടുവീർപ്പിടുന്നത് ഇവിടെ ഇരിക്കുന്നവരാ. കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മള്. ഇതിപ്പോ ഒന്നും ആവില്ല ഇന്നിപ്പോ പറഞ്ഞാൽ, അന്നത്തേന്റെ ബാക്കിയാണിത്. ഇന്ന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. സെയിൽ ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള പോയിന്റ്സ് കിട്ടണം. കിട്ടിയോ? വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ കിട്ടിയോ പുതിയതായിട്ട്? തല ആട്ടില്ല, സ്റ്റക്കാക്കി വെച്ചേക്കാണോ? വീഡിയോ സ്റ്റക്കായതാണോ? പറയൂ, കേൾക്കട്ടെ. ആഹാ, ഓക്കെ. നമ്മൾ എവിടെയാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? മെഷർമെന്റ്. അപ്പൊ 2 കാര്യങ്ങളാണ് നമുക്ക് മെഷർമെന്റിന് അറിയേണ്ടത്. പല പ്രാവശ്യമായിട്ട് കേട്ട് ശീലമായവർക്ക് ഈ കണക്ക് ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലത്തെ റിവിഷൻ എടുക്കും. കണക്ക് ക്ലാസ്സിൽ പുതിയ ക്ലാസ്സിൽ പോകുമ്പോൾ അപ്പൊ നല്ല പഠിപ്പിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ കഴിഞ്ഞ കാലത്തെ പറയുക സിമ്പിൾ, സോ സിമ്പിൾ, 3+4 എത്രയാ, 4+3 എത്രയാന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറയും. ഇത് അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഷെടോ ഇതിപ്പോ എത്രയായിരുന്നു എന്നൊക്കെ കൺഫ്യൂഷൻ. അപ്പൊ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും ഇത് പറയേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പൊ ഇന്ന് തന്നെ ചെന്നിട്ട് എന്ത് ചെയ്യും, ഉറങ്ങണതിന് മുമ്പ് മെഷർമെന്റ് എടുത്തിട്ട് വേണം ഉറങ്ങാൻ. നമ്മൾ ഇടുന്നത് ശരിയാണോ എന്ന് അറിയണ്ടേ? ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞില്ലേ. മെഷർമെന്റിന് 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്ന് ബാൻഡ് സൈസും കപ്പ് സൈസും. ബാൻഡ് സൈസ് എന്ന് പറഞ്ഞാല് ബ്രായുടെ സൈസാണ്. നമ്മൾ ഇത്രയും കാലം മേടിച്ചിരുന്ന 28, 30, 32, 34, 36 എന്ന് പറയുന്ന സൈസാണ് ബാൻഡ് സൈസ്. ഈ ബാൻഡ് സൈസ് എങ്ങനെ കണ്ടുപിടിക്കും? ബ്രസ്റ്റിന്റെ താഴെ ഭാഗം ആണ് നമ്മുടെ ബാൻഡ് സൈസ്. ഞാൻ ഈ കേഴ്സർ വെച്ച് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കോളൂ. ഈ ബ്രസ്റ്റിന്റെ താഴ്ഭാഗം, ഈ ഭാഗമാണ് ബാൻഡ് സൈസ് വരുന്നത്. ഈ ഭാഗം നന്നായിട്ട് ഈ പറയുന്ന മെഷറിംഗ് ടേപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അളന്നാൽ അതാണ് ബാൻഡ് സൈസ്. അടുത്ത സൈസ് അറിയേണ്ടതാണ് ബസ്റ്റ് സൈസ്. ബ്രസ്റ്റിന്റെ മോളി കൂടെ നമ്മൾ അളക്കുന്ന ഭാഗമാണ് ബസ്റ്റ് സൈസ്. ബാൻഡ് സൈസ് അളക്കുന്ന സമയത്ത് ദൈവം നമ്മൾ ഇങ്ങനെയല്ലാതെ സൃഷ്ടിച്ചാണ് ഈവൻ നമ്പേഴ്സിൽ എല്ലാവരും 28, 30, 32. അതിന്റെ ഇടയിൽ ഒരു നമ്പർ ആർക്കും വരില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചാണല്ലോ നമ്മുടെ വണ്ണം വരുന്നത്. അപ്പോ 29 വരാം, 31 വരാം, 33 വരാം. എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള ബ്രാ കൊടുക്കണം? ഒരു സൈസ് ചെറുത് കൊടുക്കണോ?
ഒരു സൈസ് വലുത് കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യൂണിഫോം എടുക്കണ പോലെ ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് ആണെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ പിന്നെ ആ ചേച്ചി ചെയ്ത പോലെ കസേരമ വെച്ച് വലിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി 29 ഉള്ളവർക്ക് 30 കൊടുക്കുക, 31 ഉള്ളവർക്ക് 32 കൊടുക്കുക, 33 ഉള്ളവർക്ക് 34 കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ബാൻഡ് സൈസ് അറിഞ്ഞു, നമ്മുടെ ബ്രായുടെ സൈസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ബ്രസ്റ്റിന്റെ താഴെയുള്ള ഭാഗം ടേപ്പ് വെച്ച് അളന്ന് എത്രയാണോ ഇഞ്ചസ് ആണ് അളക്കുന്നത്, സെന്റിമീറ്റർ അല്ല നമ്മളിവിടെ പറയുന്നത്, എത്ര ഇഞ്ചസ് ആണോ അളക്കുന്നത് അതാണ് നമ്മുടെ ബ്രായുടെ സൈസ്. 28, 30, 32 വരുന്ന സൈസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ 33 വന്നതെങ്കിൽ നമ്മൾ കണക്കൂട്ടുന്നത് 34 ഓർക്കണം. 33 വരുന്നതെങ്കിൽ നമ്മൾ കണക്കൂട്ടുന്നത് 34. ഇനി അറിയേണ്ടത് കപ്പ് സൈസാണ്. കപ്പ് സൈസിന് ബസ്റ്റ് സൈസ് അളക്കണം. ബസ്റ്റ് സൈസ് ആണ് നമ്മൾ പറഞ്ഞ ബ്രസ്റ്റിന്റെ മുകളിൽ കൂടെയുള്ള ഭാഗം. പ്രത്യേകം ശ്രദ്ധിക്കുക, പാഡഡ് ബ്രാ ഒന്നും ഇട്ടിട്ട് ബ്രസ്റ്റിന്റെ സൈസ് അളക്കരുത്. നോർമൽ ഏതെങ്കിലും ബ്രാ ഇട്ടിട്ട് വേണം അളക്കാനായിട്ട്, അല്ലാതെ ചുമ്മാ അളക്കരുത്, കിട്ടില്ല. സൈസ് നമുക്ക് മനസ്സിലാവില്ല. പലർക്കും പല തരത്തിലുള്ള ഷേപ്പാണ്, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇട്ടിട്ട് വേണം അളക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, വല്ലാണ്ട് ടൈറ്റ് ആയിട്ട് പിടിക്കാതിരിക്കുക. നമ്മൾ ഇടുന്ന ബ്രാ അനുസരിച്ച് അത് വ്യത്യാസം വരും. ഇച്ചിരി ഒന്ന് നമ്മൾ ഇട്ടേക്കണതിനനുസരിച്ച് ലൂസാക്കി ടൈറ്റ് ആക്കിയിട്ടൊക്കെ പിടിക്കാൻ ശ്രദ്ധിക്കുക. ബസ്റ്റ് അളന്നതിന് ശേഷം ബസ്റ്റ് സൈസും ബാൻഡ് സൈസും തമ്മിലുള്ള വ്യത്യാസമാണ് കപ്പ് സൈസ്. ബസ്റ്റ് സൈസും ബാൻഡ് സൈസും തമ്മിൽ 2 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ ബി കപ്പും, 3 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ സി കപ്പും, 4 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ ഡി കപ്പും. ക്ലിയർ ആയ? ബസ്റ്റ് സൈസ് അളന്നിട്ട് ബസ്റ്റും ബാൻഡും തമ്മിൽ 2 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ ബി കപ്പ്, 3 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ സി കപ്പ്, 4 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ ഡി കപ്പ്. എക്സാമ്പിൾ പറഞ്ഞാല് ബാൻഡ് സൈസ് 32 ആണെങ്കിൽ ബസ്റ്റ് സൈസ് 34 ആണെങ്കിൽ, ബാൻഡ് സൈസ് 32ഉം ബസ്റ്റ് സൈസ് 34ഉം ആണെങ്കിൽ ബ്രാസ് എത്രയായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? പെട്ടെന്ന് പഠിപ്പിസ്റ്റുകളൊക്കെ ഇപ്പൊ വേഗം ഇടും. ബാൻഡ് സൈസ് 32. കപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചായ കുടിക്കാനാണോ അത്? കപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താ കാര്യം? സൈസ് എത്രയാന്ന് അറിയണ്ടേ? അപ്പൊ ബിന്ന് മാത്രം ഇടരുത്, മൊത്തം ഇടണം. 32 ബി, 34 അല്ല. ബാൻഡ് സൈസ് എത്രയാ? 32 അപ്പൊ 32 നമ്മൾ എടുക്കുന്നത്. ബ്രായുടെ സൈസ് 32. 34 ബസ്റ്റ് ആണ്. 34 മൈനസ് 32 2 ഇഞ്ചിന്റെ വ്യത്യാസം. അപ്പൊ 2 ഇഞ്ചിന്റെ വ്യത്യാസമാണെങ്കിൽ ബി കപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 32 ബി. ഒരു എക്സാമ്പിളും കൂടി. 38 ആണ് ബാൻഡ് സൈസ് എങ്കിൽ, ബാൻഡ് സൈസ് ആണ് ബ്രായുടെ സൈസ്, 38 ആണ് ബാൻഡ് സൈസ് എങ്കിൽ, 42 ആണ് ബസ്റ്റ് സൈസ് എങ്കിൽ എത്രയാണ് ബ്രാ സൈസ്? 38 ബാൻഡ് സൈസും 42 ബസ്റ്റ് സൈസും ആണെങ്കിൽ എത്രയാണ് ബ്രായുടെ സൈസ്? എഫോ ആൽഫബറ്റ്സ് കുറെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നീണ്ടു പോകരുത്, അവിടേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഡി വരെയാ. നമ്മളൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയേക്കണം. പ്രിയങ്ക മാമിനെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ. മാം ഡബിൾ ഡി എഫ്, നമുക്ക് ആൽഫബറ്റ്സ് ഒരുപാടുണ്ട്, അങ്ങോട്ടൊക്കെ എത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പതുക്കെ വരും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഡിയിൽ നിർത്താം. അതുകൊണ്ടാണ് 4 ഇഞ്ചിന്റെ കണക്ക് പറഞ്ഞത്. യെസ്, 38 ഡി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ ക്ലാസ്സുകൾ നമുക്ക് എന്താ പറയുക, ലോഞ്ചറി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കീസോൾ കേരളയിൽ ചെന്ന് കണ്ടാൽ വിശദമായിട്ട് കാണാനുള്ള ക്ഷമയോട് കൂടിയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മെഷർമെന്റ് അടക്കം എഴുതി വെക്കാം. അപ്പൊ ഇതാണ് മെഷർമെന്റ്. ഓക്കെ, ഏകദേശം മനസ്സിലാക്കുക. എ കപ്പ് സൈസ് നമുക്ക് ഇല്ല. ഇപ്പോ ബിയും സിയും ഡിയും ആണ് ഉള്ളത്. ഓക്കെ, യെസ്. ഇനി മനസ്സിലാക്കേണ്ടത് 12 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഏതൊക്കെ ബ്രാ കൊടുക്കാൻ പറ്റും അല്ലെ? 12 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഏതൊക്കെ ബ്രാ കൊടുക്കാൻ പറ്റും? ബിഗിനേഴ്സ് ബ്രാ ആണ് മെയിൻ ആയിട്ട് വരിക. ബിഗിനേഴ്സ് ബ്രാ മെയിൻ ആയിട്ട് ഉള്ള കുട്ടികൾക്ക് ബിഗിനേഴ്സ് ബ്രാ. ഇനി കുറച്ച് വളർന്നു, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാഡഡ് ബ്രാ കൊടുക്കാം. പാഡഡ് ബ്രാ അതായത് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പാഡഡ് ബ്രാ ഉപയോഗിക്കാം. സ്റ്റൈലായിട്ട് ടീനേജ് ബ്രായാണ് ലേസ് ബ്രാ. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്നതാണ് ലേസ് ബ്രാ. ഇതിന്റെ നമ്പേഴ്സ് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് നമ്പേഴ്സിലേക്ക് കിടക്കാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും നമുക്ക് കിട്ടും. 16 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടി, ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. 16 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്പോർട്സ് ബ്രാ കൊടുക്കാം. വലിയ ശരീരമുള്ള കുട്ടികളാണെങ്കിൽ ഫുൾ കവറേജ് കൊടുക്കാം. ഇത് തെറ്റുണ്ടേ, ഇത് സ്ക്രീൻഷോട്ട് എടുക്കണ്ട കേട്ടോ. ഇത് അവര് PDF ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ ഞാൻ വേറൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. ഓക്കെ, ഇത് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ഇതിൽ എഴുതിയേക്കണത് തെറ്റിയിട്ടുണ്ട്, ഞാൻ വായിച്ചു നോക്കാനായിട്ട് നേരം കിട്ടില്ല. അതായത്
ചെറിയ കുട്ടികൾക്കും കുറച്ച് 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാഡഡ് ബ്രാ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. പാഡഡ് ബ്രായിൽ K020 വരുമ്പോൾ കുറച്ചും കൂടി പ്രായം കൂടുന്നവർക്കാണ് ഫുൾ കവറേജ് കുറച്ചും കൂടി ഒരു 25 വയസ്സിന് മുകളിലേക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഫുൾ കവറേജിൽ വരുന്ന ബ്രാ വരുന്നത്, വീതിയുള്ള സ്ട്രാപ്പ് ഉള്ളത്. ഇനി ഇതൊക്കെ വ്യത്യാസം വരാം. ഇപ്പോ എന്റെ മോൻ ടീനേജർ 13 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ അവന്റെ ഹൈറ്റ് 6 അടിയിലും കൂടുതലാണ്, വെയിറ്റും ഉണ്ട് അതനുസരിച്ച്. അപ്പൊ ടീനേജേഴ്സിന് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരീരപ്രകൃതമുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട്. അപ്പൊ ടീനേജേഴ്സിന് നമുക്ക് കൊടുക്കാൻ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് ബിഗിനേഴ്സ് ബ്രാ ആണ്. ശരീരം ഉണ്ടെങ്കിൽ പാഡഡ് ബ്രാ കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണയായിട്ടുള്ള K012ഉം 38ഉം ഫ്രണ്ട് ഓപ്പൺ ബ്രാ ഇല്ലേ, ഇപ്പൊ ഇല്ല. ഫ്രണ്ട് ഓപ്പൺ മീൻസ് ഫീഡിംഗ് ബ്രാ ഉണ്ട്. അതെങ്ങനെ മുകളിൽ നിന്ന് നമുക്ക്, അതായത് കപ്പിന്റെ ഭാഗത്ത് തന്നെ തുറന്നു കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ബ്രാ ഉണ്ട് K071. ഫീഡിംഗ് ബ്രാ ഉണ്ട്. നല്ല എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഫീഡിംഗ് ബ്രായ്ക്ക് റേറ്റ് കൂടുതലാന്ന് പറയുന്ന ആൾക്കാർ 13 വർഷമായി. എന്റെ മോനെ ഇപ്പൊ 13 വയസ്സ്. അപ്പോഴാണ് ഞാൻ ഫീഡിംഗ് ബ്രാ മേടിച്ചത് വേറെ കമ്പനിയുടെ. അന്ന് വിലയുണ്ട് 384, 460. അത്രയും രൂപ കൊടുത്തിട്ടാണ് ഫീഡിംഗ് ബ്രാ ഓരോന്നും മേടിച്ചേക്കുന്നത്. ഇന്ന് നമുക്ക് കീസോളില് ഏകദേശം 300ന്റെ അടുത്ത 350 സംതിങ് ആണ് SP വരുന്നത് നമുക്ക് ആകെ. ഇത് വിലയാണെന്നൊന്നും പറയാൻ ആലോചിക്കാൻ പോലും പറ്റില്ല, ഇത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയലിന്, വീതിയുള്ള സ്ട്രാപ്പും നല്ല കോട്ടൺ മെറ്റീരിയലും വരുന്നത്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള മെറ്റീരിയലുമായിട്ടും അങ്ങനെയുള്ള ബ്രാൻഡുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പ്രായമായിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഏതാ കൊടുക്കാൻ പറ്റുക? 60 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് ബ്രാ ഇടാൻ, ഹുക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല, കൈ ബാക്കിലേക്ക് എത്തുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഏത് വെറൈറ്റി കൊടുക്കാം? K057 കൊടുക്കാം. സ്പോർട്സ് ബ്രാ ആണ്, ജസ്റ്റ് ഇറക്കിയിട്ടാ മതി, കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് K057 സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ക്ലിയർ ആയോ? ബ്രാ ഒരുപാട് വെറൈറ്റീസിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഫ്രണ്ട് ഓപ്പൺ നോട്ട് ദാറ്റ്. K057 K057 ഏതാ? ഒരു മിനിറ്റ്, എനിക്ക് വിട്ടുപോയതാണോ? അത് സ്പോർട്സ് K057 സ്പോർട്സ് ബ്രാ ആണ്. അത് K057 അല്ല, ഞാനിപ്പോ പറഞ്ഞത് തന്നെയല്ലേ? ഏജ് ഉള്ളവര് യൂസ് ചെയ്യാനായിട്ട് ഇനി എന്താ എന്തോ അല്ല K057 ഏജ് കൂടുതലുള്ളവർ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നല്ല പറഞ്ഞത് മാഡം? അതന്നെ സ്പോർട്സ് ബ്രാ. ഞാൻ തന്നെ പറഞ്ഞിട്ട് നമ്പർ ഞാൻ തന്നെ മറന്നുപോയി. അതിൽ വീണ്ടും കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ തപ്പാൻ പോയതാ. അപ്പൊ K057 അതിനുള്ളതാണ്. ഇനി എന്താണ് പാഡഡ് ബ്രാ? ആർക്ക് ചോദിക്കുന്നുണ്ട്? പാഡഡ് ചോദിക്കുന്നുണ്ട്. പാഡഡ് സ്പോർട്സ് ബ്രായിൽ ഉണ്ടല്ലോ. K064 ഉണ്ട്, K072 പാഡഡ് ആണ്, കപ്പ് സൈസും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്രയും വെറൈറ്റിയിലേക്ക് കിടക്കുന്നില്ല, 10 മണിയായി ഓൾറെഡി. ഇനി തലയിലേക്ക് ഒന്നും കിടക്കില്ല, ഒരുപാട് വെറൈറ്റീസ്. നമ്മൾ പാൻറ്റീസ് തന്നെ പറഞ്ഞു വന്നത് വെറൈറ്റീസ് നമുക്കുണ്ട്, മനസ്സിലാക്കണം, യൂസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആവുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിൽ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് ചാകര കിട്ടിയ പോലെയാണ്. ഇനി കളികൾ മുഴുവൻ നമ്മുടെ ഈ റേഞ്ചിലൊന്നും അല്ല നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം നമ്മളിൽ മാറ്റം വരുത്താം. നമ്മുടെ ഡ്രസ്സിങ് സെൻസ് മാറുമ്പോൾ, നമുക്ക് കോൺഫിഡൻസ് വരുമ്പോൾ, നമ്മൾ ഡ്രസ്സ് ഇടുന്നത് മാറ്റി നോക്കിക്കോളും. പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ചേരുന്ന, നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന ബ്രാ ഇടുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് മാറും. ഡ്രസ്സിന് കാണുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന രീതി മാറും. അത് കാണുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് കൂടും, നമ്മളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന്. മനസ്സിലാക്കുക, പറയാനായിട്ട് മടി കൂടാതെ സംസാരിക്കാനായിട്ട് പഠിക്കുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക. കേട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കണം. ഇനി ഞാൻ നമ്പേഴ്സ് പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ ബാക്കി താരാട്ട് പാടുന്ന പോലെയാവും, സൗണ്ട് എത്ര ഇങ്ങനെ പോണു എന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പാൻറ്റീസിന്റെ വെറൈറ്റി ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചേക്കാം. അതേപോലെ തന്നെ ഓരോ ഏജിന് പറ്റിയ വെറൈറ്റീസ് എല്ലാം അങ്ങനെയല്ല. ഇനി ഏറ്റവും റേറ്റ് കുറഞ്ഞ ബ്രാ ആണെങ്കിൽ K045 ആണ്.
KA045 ഏറ്റവും റേറ്റ് കുറഞ്ഞ 120 രൂപയുടെ ബ്രായാണ്. അപ്പൊ അത് വേണ്ട. ഓ, എന്തൊരു ശുഷ്കാന്തിയാ നോക്കുക എഴുതി വെക്കാനായിട്ട്. ഇനി ഒന്ന് കീസോൾഡ് ഉപയോഗിച്ചില്ല എന്ന് പറയരുത്. ആളുകൾ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓവർ ടു യു ജിഷ മാം. താങ്ക് യു സോ മച്ച്. JRCM ജയ്ക്കിസോ. താങ്ക് യു നേംഗ മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും പാൻറ്റീസിന് തുടങ്ങിയത് നന്നായി. എല്ലാ ദിവസവും നമ്മള് ബ്രായിൽ നിന്ന് തുടങ്ങാറ്. അപ്പൊ പാൻറ്റീസ് ആവുമ്പോഴേക്കും കുറെ പേര് പോയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് പാൻറ്റീസിന് തുടങ്ങിയത് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രീമിയം പാൻറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും